ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് നമുക്കൊരിക്കൽ കൂടെ കടന്നു വരാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂവെന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞാൻ ലജ്ജിക്കുന്നില്ല, ഞാൻ പൂർണ്ണമായി ധൈര്യപ്പെടുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രത്യാശിക്കുന്നു. എന്നോട് ചേർന്നൊന്ന് പറയാമോ? ഞാൻ ലജ്ജിക്കുകയില്ല, ഞാൻ ധൈര്യപ്പെടുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രത്യാശിക്കുന്നു. പൗലോസ് തൻ്റെ പ്രതീക്ഷകളെയും പ്രത്യാശകളെയും കുറിച്ച് പറയുകയാണ്. താൻ പറയുകയാണ്, ക്രിസ്തു എന്നിൽ മഹിമപ്പെടും. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞതിനെ വേഗത്തിലൊന്ന് റീക്യാപ്പ് ചെയ്ത് മുമ്പോട്ട് വരാം. 12 വർഷങ്ങൾക്ക് മുൻപ് ഫിലിപ്പിയ സഭ ആരംഭിക്കുന്ന സമയത്ത് ഒറ്റ രാത്രി കൊണ്ട് കാരാഗ്രഹം പ്രാർത്ഥിച്ച് തുറന്ന് വെളിയിലിറങ്ങിയ അപ്പോസ്തലൻ ഇപ്പം നാളുകളായി കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ആ കാരാഗ്രഹവാസത്തിലേക്ക് ഫിലിപ്പിയ സഭയിൽ നിന്ന് ഒരുപക്ഷെ സഭ പിരിച്ചെടുത്തതായിരിക്കാം. മറ്റു ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഫിലിപ്പിയ സഭയിലെ ഒരു സമ്പന്നൻ അദ്ദേഹത്തിൻ്റെ കാരാഗ്രഹത്തിലെ അവസ്ഥയെ അറിഞ്ഞ് സാമ്പത്തികമായ ഒരു നന്മ ചെയ്യുന്നു. ആ നന്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് താൻ എഴുതുന്ന കത്താണ് ഫിലിപ്പിയ ലേഖനം എന്ന് നമുക്കറിയാം. ആ 12 വർഷങ്ങൾക്കിപ്പുറം തൻ്റെ കാരാഗ്രഹവാസം പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും പഴയതുപോലെ തുറക്കപ്പെടാതിരിക്കുമ്പോൾ ആശങ്കകൾ ഉയരുവാൻ സാധ്യതയുള്ള ഇടത്ത് അദ്ദേഹം ഫിലിപ്പിയ സഭയുടെ അടുക്കൽ പറയുകയാണ്, പണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇൻസ്റ്റന്റ് മറുപടികൾ കിട്ടി, പക്ഷേ ഇപ്പോൾ ചില പ്രാർത്ഥനകൾക്ക്, ഇപ്പോൾ ചില അവസ്ഥകൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടുന്നില്ലെങ്കിലും ഞാൻ അധൈര്യപ്പെടുന്നില്ല, ഞാൻ ലജ്ജിക്കുന്നില്ല, പകരം ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നത്? ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ, ക്രിസ്തു എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യപ്പെടും? മഹിമപ്പെടും. ക്രിസ്തു എൻ്റെ ശരീരത്തിൽ മഹിമപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതം, എൻ്റെ ശരീരം, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, ഇത് മുഴുവനും എന്തിനു വേണ്ടിയുള്ളതിനാണ്? ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. എൻ്റെ ശരീരം, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ ശുശ്രൂഷ, ഇത് മുഴുവനും എന്തിനു വേണ്ടിയാ? ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ഐ ഷാൽ ക്യാരി ദ ഗ്ലോറി ഓഫ് ഗാഡ്, ഐ ഷാൽ റിഫ്ലക്ട് ദ ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവമഹത്വത്തെ ഞാൻ വഹിക്കും, ദൈവമഹത്വത്തെ ഞാൻ റിഫ്ലക്റ്റ് ചെയ്യും, ദൈവമഹത്വത്തെ ഞാൻ ക്യാരി ചെയ്യും, ദൈവമഹത്വത്തെ ഞാൻ റിഫ്ലക്റ്റ് ചെയ്യും. അത് ഞാൻ വേഗത്തിൽ, അത് ഞാൻ സാവകാശത്തിൽ എടുക്കാം. എന്നാൽ ദൈവമഹത്വം നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന, ദൈവമഹത്വം നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന 3 വിഷയങ്ങളെയാണ് ഈ 3 രാത്രികളിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമതായി കഴിഞ്ഞ രാത്രി നാം കണ്ടു, നമ്മുടെ പ്രതികൂലങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വം, നമ്മുടെ കഷ്ടതയ്ക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരും. എൻ്റെ ശക്തി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ കഴിവുകളിൽ, എൻ്റെ ശക്തി നിൻ്റെ പ്രാപ്തികളിൽ, എൻ്റെ ശക്തി നിൻ്റെ മിടുക്കുകളിൽ തെളിഞ്ഞു വരുമെന്നല്ല പറഞ്ഞത്. എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. മോശയുടെ ജീവിതത്തിൽ പ്രധാനമായ 2 ബലഹീനതകളായിരുന്നു, 2 കഷ്ടകാലത്തിൻ്റെ 2 അടയാളങ്ങൾ, ഗതികേടിൻ്റെ 2 അടയാളങ്ങൾ തന്നിലുണ്ടായിരുന്നു. ഒന്ന് ജന്മനാ ലഭിച്ചതായ ഒരു വിക്കുവ, 2 കഷ്ടകാലത്ത് തൻ്റെ കൂടെ കയറിക്കൂടിയ ഒരു വടി. പക്ഷേ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് 1 മോശയുടെ അധരത്തിൽ കൂടെയും 2 മോശയുടെ വടിയിൽ കൂടെയുമായിരുന്നു. 7 തലത്തിൽ ദൈവം മോശയുടെ വടിയെ ഉപയോഗിക്കുകയാണ്. മന്ത്രവാദികളുടെ വടികളെ വിഴുങ്ങുവാൻ തക്കവണ്ണം, നദിയെ മരിച്ചവൻ്റെ രക്തം പോലെ ആക്കി തീർക്കുവാൻ തക്കവണ്ണം, തവളകളെ വരുത്തുവാൻ തക്കവണ്ണം, പേനിനെ വരുത്തുവാൻ തക്കവണ്ണം, ചെങ്കടലിനെ തുറക്കുവാൻ തക്കവണ്ണം, പാറയെ തുറന്ന് വെള്ളം കൊണ്ടുവരുവാൻ തക്കവണ്ണം, ജാതീയ ശക്തികളെ അമാല്യക്കരെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം 7 തലങ്ങളിൽ തൻ്റെ കഷ്ടകാലത്തിൻ്റെ വടിയെ ദൈവം ഉപയോഗിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കൃപയും ശക്തിയും നിറഞ്ഞ സ്തെഫാനോസ് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്തു. ഞാൻ ആവർത്തിക്കട്ടെ, കൃപയും ശക്തിയും നിറഞ്ഞ സ്തെഫാനോസ് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്തു. പക്ഷേ ന്യായാധിപ സംഘത്തിലേക്ക് പിടിക്കപ്പെട്ടുകൊണ്ടുപോയി കള്ളസാക്ഷികളാൽ ചുറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്തെഫാനോസിൻ്റെ അത്ഭുതവും അടയാളവും ചെയ്തുവെന്നല്ല എഴുതിയിരിക്കുന്നത്. സ്തെഫാനോസിൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ തേജസ്കരിക്കപ്പെടുവാൻ തുടങ്ങി. ന്യായാധിപ സംഘത്തിൽ ഇരിക്കുന്നവർ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിക്കുവാൻ തുടങ്ങി. ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾക്കകത്താണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കട്ടെ, എവിടെയെങ്കിലും ജീവിതത്തിൽ ഒരു പ്രതിസന്ധിക്കകത്ത് ദൈവം നിങ്ങളെ
കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രതിസന്ധികൾക്ക് കൂടെ ദൈവം നിങ്ങളിൽ മഹത്വപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ സ്തോത്രം 6 കൽപാത്രങ്ങൾ വെളിയിൽ ഇരുന്നു. അകം മുറിഞ്ഞ, ഉളിപ്പാട് കൊണ്ട്, ചുറ്റിക കൊണ്ട് അറയപ്പെട്ട, തകർക്കപ്പെട്ട, ഉള്ളുമുറിഞ്ഞ, ഉള്ളുവേദനപ്പെട്ട 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ 6 കൽപാത്രങ്ങളിലാണ് യോഹന്നാൻ 2:11 എഴുതുന്നത്, അവൻ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, ഉടഞ്ഞ കൽപാത്രമാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നത്. മുറിവേറ്റ കൽപാത്രത്തിനാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നത്. ട്രാൻസ്ഫോം യുവർ വൂണ്ട്സ് ടു ഗ്ലോറി, ട്രാൻസ്ഫോം യുവർ അഫ്ലിക്ഷൻസ് ടു ഗ്ലോറി. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെ, ജീവിതത്തിൻ്റെ കഷ്ടതകളെ വെറും വിടുതലിൻ്റെ സാക്ഷ്യമാക്കി തീർക്കരുത്, അത് മഹത്വത്തിൻ്റെ പ്ലാറ്റ്ഫോം ആക്കി തീർക്കണം. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെ, എൻ്റെ കഷ്ടതയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു എന്നുള്ളതല്ല എൻ്റെ സാക്ഷ്യം. എൻ്റെ കഷ്ടതയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടോ. എൻ്റെ സഹോദരങ്ങളെ, കഷ്ടതകളിൽ നിന്ന് വിടുതലെടുക്കുന്നത് ഒരു നോർമൽ ക്രിസ്ത്യൻ ലൈഫാണ്. പക്ഷേ ഒരു സൂപ്പർ നാച്ചുറൽ ക്രിസ്ത്യൻ ലൈഫ്, ഒരു സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് കഷ്ടതകൾക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതാണ്. കഷ്ടതകൾക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതാണ്. ഞാൻ മുൻപോട്ട് കടന്നു വരട്ടെ. കഴിഞ്ഞ രാത്രി ഞാൻ ഒരു ഭാഗം പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ആമേൻ. കർത്താവ് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ കൊണ്ടു നിർത്തി. മോശ എന്ന ഒറ്റ മനുഷ്യനെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി 40 ദിനരാത്രങ്ങൾ കൂടിയിരുത്തി ഇസ്രായേലിന് എന്നേക്കും നിലനിൽക്കുന്ന ചട്ടവും പ്രമാണവും നിയമവും നൽകി. അതിനകത്ത് ഏറ്റവും പ്രധാനമായിരുന്നത് 3 അറകളായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ സമാഗമന കൂടാരം, 12 മൂടിശിലകളാലും 48 നിവരെ നിൽക്കുന്ന പലകകളാലും താമ്രം പൊതിഞ്ഞ യാഗപീഠത്താലും പിച്ചള കൊണ്ടുള്ള തൊട്ടിയാലും സ്വർണം പൊതിഞ്ഞ ആലയത്തിന്റെ രൂപരേഖയെ ദൈവം അവിടെ നിന്ന് മോശയ്ക്ക് നൽകി. മോശയ്ക്ക് നൽകുന്ന അതേ ഇംപ്രിന്റ് ബസലേൽ എന്നൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം നൽകി. മോശയോട് പറഞ്ഞത് മുഴുവനും ബസലേലിന്റെ ഹൃദയത്തിൽ വരച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ മോശ സീനായ് മരുഭൂമിയിൽ വരുന്നതിന് മുന്നമേ, ഇസ്രായേൽ സീനായ് മരുഭൂമിയിൽ വരുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുന്നമേ ദൈവം സീനായ് മലയിൽ ആലയം പണിയുവാനുള്ളതായിട്ടുള്ള മരങ്ങളെ നട്ടുപിടിപ്പിച്ചിരുന്നു. ഞാൻ പറയട്ടെ, ആലയം പണിയുവാനുള്ള മരങ്ങളെ നട്ടുപിടിപ്പിച്ചിരുന്നു. ഞാൻ അതിനകത്തൊരു കാര്യം പറയാം. ആമേൻ. ഇസ്രായേൽ മാറയിൽ വരുന്നതിന് മുന്നമേ എത്രയോ വർഷങ്ങൾക്ക് മുന്നമേ മാറയുടെ തീരത്ത് ദൈവം എന്ത് ചെയ്തിരുന്നു? ഒരു മരം നട്ടിരുന്നു. മാറയുടെ തീരത്ത് ദൈവം മരം നട്ട് എത്ര വർഷം കഴിഞ്ഞാണ് ഇസ്രായേൽ അവിടെ കടന്നു വന്നത്? ഇസ്രായേൽ വന്നപ്പോഴല്ല ദൈവം മരം നട്ടത്. ഇസ്രായേലിനെ ഒരു ചെടിയല്ല കാണിച്ചു കൊടുത്തത്, ഇസ്രായേലിന് ഒരു മരമാണ് കാണിച്ചു കൊടുത്തത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പ്രശ്നങ്ങൾ ഉളവാകുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുന്നമേ ദൈവം അതിന്റെ പ്രതിവിധി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അമേൻ. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു സ്ഥിരം വാചകമാണ്, അമേൻ, എൻ്റെ ഹോൾ ടിക്കറ്റ് അടിക്കുന്നതിന് മുന്നമേ എൻ്റെ റിസൾട്ട് കാർഡ് ദൈവം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മളുടെ ഹോൾ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്നതിന് മുന്നമേ നമ്മളുടെ റിസൾട്ട് കാർഡ്, നമ്മുടെ മാർക്ക് ഷീറ്റ് ദൈവം പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ ഡിസംബറിൽ ഒരു അഭിഷക്തൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇത്ര % മാർക്ക് കിട്ടുമെന്ന്. ഞാനിങ്ങനെ അത്രയൊക്കെ എനിക്ക് കിട്ടുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടോ. പക്ഷെങ്കിൽ കൃത്യമായിട്ട് പറയട്ടെ, അദ്ദേഹം പറഞ്ഞതിൽ 0.1% പോലും കുറയാതെ കൃത്യമായിട്ട് എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയത് ഫെബ്രുവരി ലാസ്റ്റ് വീക്കില്. പക്ഷേ എനിക്ക് എത്ര % മാർക്ക് കിട്ടുമെന്നൊരു പ്രവാചകൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത് ഡിസംബറിൽ. നിങ്ങൾ പറ, ഹോൾ ടിക്കറ്റ് ആണോ മാർക്ക് ഷീറ്റ് ആണോ ആദ്യം പ്രിന്റ് ചെയ്യുന്നത്? ഇന്ന് രാത്രികാലം നീ തിരിച്ചറിയണം, നിന്റെ പ്രതികൂലങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കുന്നതിന് മുന്നമേ, നിന്റെ പ്രതികൂലങ്ങളുടെ ഹോൾ ടിക്കറ്റ് അടിക്കുന്നതിന് മുന്നമേ, നിന്റെ പ്രതികൂലങ്ങളുടെ റിസൾട്ട് ദൈവം അടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ മാറയിലേക്ക് വന്നതിൻ്റെ പിമ്പിൽ ഒരു കാരണമുണ്ട്. ആമേൻ. മാറയുടെ തീരത്ത് ദൈവം ഒരു മരം നട്ടുപിടിപ്പിച്ചോ. സീനായ് മരുഭൂമിയിൽ മുഴുവനും ദൈവം മരം നട്ടുപിടിപ്പിച്ചോ. സീനായ് മരുഭൂമിയിൽ നട്ടുപിടിപ്പിച്ച മരങ്ങളുടെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചോ. 16 തുടങ്ങി 60 അടി വരെ ഉയരമുള്ളതായിട്ടുള്ള ആമേൻ നീണ്ടു നിൽക്കുന്നതായ മരങ്ങൾ. ആ മരങ്ങളെ ഒക്കെ അംബ്രല ഷേപ്പിലാണ്. ജീവിതത്തിൽ ഒരിക്കലും തണല് ലഭിച്ചിട്ടില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കലും ആരും കുടപിടിച്ചിട്ടില്ലാത്ത ഈ മരങ്ങളെ ദൈവം ഏത്
രൂപത്തിൽ വളർത്തിയെന്നറിയാമോ? ഒരു കുടയുടെ രൂപത്തിൽ വളർത്തി. ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം പറഞ്ഞു മുമ്പോട്ട് പോവുകയാണ്. ജീവിതത്തിൽ ഒരു തണലും കിട്ടാതെ ദൈവം നിന്നെ ചില പാതകളിൽ കൂടെ നടത്തിയെങ്കിൽ മറ്റു ചിലർക്ക് നീ ഒരു തണലാകേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ദൈവം ഞങ്ങൾക്ക് കഷ്ടതകളെ അനുവദിക്കുന്നു. ആ കഷ്ടതകളിൽ മനുഷ്യരല്ല, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇനി മാറയുടെ വൃക്ഷത്തിലേക്ക് കടന്നു വന്നിട്ട് തിരികെ വരാം. മാറയുടെ തീരത്തൊരു വൃക്ഷമുണ്ട്, കൈപ്പേറിയ മാറ. ആ മാറയുടെ തീരത്ത് വന്ന് ഒരു മനുഷ്യന് ഒരു കവിള് വെള്ളം പോലും എന്ത് ചെയ്തിട്ടില്ല, കുടിച്ചിട്ടില്ല. അവിടെ നിന്ന് ഓടിപ്പോയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് മോശയുടെ അടുക്കൽ ദൈവം പറഞ്ഞു, മോശേ, ഈ വെള്ളം കുടിക്കണമെങ്കിൽ, ഈ വെള്ളത്തിൻ്റെ കയ്പ് മാറണമെങ്കിൽ, ഈ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവേ, അത് ഏത് മധുരമുള്ള വൃക്ഷത്തിനായിരിക്കാം ഈ കയ്പിനെ മാറ്റുവാൻ കഴിയുന്നത്? മോശയുടെ അടുക്കൽ ദൈവം പറഞ്ഞു, മോശേ, ആ കയ്പിന്റെ തീരത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തെ നോക്കിയേ, ആ വൃക്ഷത്തിനാണ് ഈ കയ്പിനെ മാറ്റാൻ അധികാരമുള്ളത്. ആമേൻ. ഞാൻ ആ വൃക്ഷത്തിന്റെ അടുക്കൽ പിന്നീട് ചെന്ന് ചോദിച്ചോ, ഹേ വൃക്ഷമേ, നിനക്കെങ്ങനെയാണ് ഈ മാറയെ മധുരമാക്കാൻ കഴിവ് ലഭിച്ചത്? നീ എവിടുത്തെ വെള്ളമാണ് കുടിച്ചത്? ആ വൃക്ഷം എൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാൻ ജനിച്ച നാള് തുടങ്ങി കുടിച്ചത് മുഴുവനും ഏത് വെള്ളമാണെന്നറിയാമോ? ഈ മാറയിലെ വെള്ളമാണ്. എൻ്റെ ആയുസ് മുഴുവനും ഞാൻ കുടിച്ചത് എന്താണെന്നറിയാമോ? മാറയുടെ വെള്ളമാണ്. പലരും വന്ന് ഒരു കവിള് മാറയിലെ വെള്ളമെടുത്ത് തുപ്പിയിട്ട് പോയപ്പോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിഞ്ഞു പോകാൻ വഴിയില്ലായിരുന്നോ? എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലായിരുന്നോ? ഒരു ഓപ്ഷനുമില്ലാതെ ഞാൻ നിരന്തരം ആ മാറയുടെ തീരത്ത് നിന്ന് ആയുസ് മുഴുവനും ഞാൻ ആ മാറയിലെ കയ്പ് നീര് കുടിച്ചു തീർത്തോ. പക്ഷേ മാറയുടെ കയ്പ് നീര് കുടിക്കും തോറും എൻ്റെ അകത്തൊരു അഭിഷേകം വെളിപ്പെട്ടോ, എൻ്റെ അകത്തൊരു ശക്തി വെളിപ്പെട്ടോ. ഈ മാറയെ മധുരമാക്കാനുള്ള ഒരു അധികാരം ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഊരിപ്പോകാൻ കഴിയാത്ത ചില പ്രതിസന്ധികളിൽ, എസ്കേപ്പ് അടിക്കാൻ കഴിയാത്ത ചില പോരാട്ടങ്ങളിൽ ദൈവം നിന്നെ കൊണ്ട് ലോക്ക് ചെയ്തെങ്കിൽ നീ ഒരു കാര്യം അറിയണം, ആ മാറയെ മധുരമാക്കാനുള്ള ഒരു അധികാരം പലർക്കും രക്ഷപ്പെടാൻ റൂട്ട് കിട്ടി, പക്ഷെ നിനക്ക് രക്ഷപ്പെടാൻ വഴി കിട്ടിയില്ല. മാറയിൽ വന്നവർക്കെല്ലാം വെള്ളം തുപ്പിയിട്ട് പോകാൻ 70 വഴി ഉണ്ടായിരുന്നു, പക്ഷേ ആ മരത്തിന് മാത്രം എസ്കേപ്പ് ആകാൻ ഒരു വഴിയും വന്നില്ല. അവൻ എല്ലാ ദിവസവും കുടിച്ചോ, അവൻ എല്ലാ മാസവും കുടിച്ചോ. അവന്റെ ആയുസ്സിൽ ഇന്ന് വരെ അവൻ മധുരമുള്ള ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. അവന്റെ ആയുസ്സിൽ ഇന്ന് വരെ അവൻ കുടിച്ചത് മുഴുവനും കയ്പ് വെള്ളമാ. കാരണം അവൻ ജനിച്ച വീട് മാറയായിരുന്നു, അവൻ വളർന്ന വീട് മാറയായിരുന്നു, അവൻ പൊങ്ങി വന്ന വീട് മാറയായിരുന്നു. പക്ഷേ ആ മാറയിലെ വെള്ളം കുടിച്ച് അവൻ മാറയെ ജയിച്ചു. മാറയിലെ വെള്ളം കുടിച്ചവന് മാത്രമേ മാറയെ ജയിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി നീ മാറയെ ഭയപ്പെടരുത്. ഈ മാറയാണ് നിന്നെ മാറയെ മധുരമാക്കാൻ ശക്തനാക്കുന്നത്. പക്ഷേ ഈ മരം എന്നും കയ്പ് കുടിച്ചിട്ട് മനസ്സിൽ പറയുക, ഞാൻ ഈ കയ്പിനെ മാറ്റാം. ഇന്ന് രാത്രി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ യൗവനക്കാരോട് പറയാ, ജീവിതത്തിൽ വളർന്നു വന്ന കുടുംബത്തിൽ എൻ്റെ കുടുംബം എന്നും കയ്പാ, എൻ്റെ കുടുംബം എന്നും ദാരിദ്ര്യമാ, എൻ്റെ കുടുംബം എന്നും വേദനയാ. പക്ഷെ എനിക്ക് കുടുംബത്തിന്റെ അവസ്ഥ മാറ്റണം, എനിക്ക് കാലഘട്ടത്തെ മാറ്റണം. ഈ മരം എന്നും ചിന്തിക്കുക, എനിക്ക് എങ്ങനെ ഈ മാറയെ മധുരമാക്കാൻ കഴിയുക? ആ മരത്തിന്റെ അടുക്കൽ ദൈവം പറഞ്ഞു, ഒരു നാളിൽ ഞാൻ ഒരു അഭിഷക്തനുമായി നിന്നെ കണക്ട് ആക്കാം, ഒരു നാളിൽ ഒരു പ്രവാചകനുമായി ഞാൻ നിന്നെ കണക്ട് ആക്കാം, ഒരു നാളിൽ ഒരു കൃപയുള്ളവനുമായി നിന്നെ കണക്ട് ആക്കാം. അവൻ നിന്നെ തൊടോ, അവൻ നിന്നെ മാറയുമായി കണക്ട് ആക്കാം. അവന്റെ അഭിഷേകവും നീയും കൂടെ കണക്ട് ആകുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു പ്രവാചകനുമായി നീ കണക്ട് ആകുന്നെങ്കിൽ, ഒരു അഭിഷക്തനുമായി നീ കണക്ട് ആകുന്നെങ്കിൽ, ഒരു ദൈവഭൃത്യനുമായി നീ കണക്ട് ആകുന്നെങ്കിൽ, അതിന്റെ പിമ്പിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരു മോശയുമായി ദൈവം നിന്നെ കണക്ട് ആക്കുന്നെങ്കിൽ, വർഷങ്ങളായി നീ പ്രാർത്ഥിച്ച വിഷയത്തിന്, വർഷങ്ങളായി നീ കാത്തുനിന്ന വിഷയത്തിന്, വർഷങ്ങളായി നീ ഞരങ്ങിയ വിഷയത്തിന് ഒരു ബ്രേക്ക് ത്രൂ വരുവാൻ അവിടെ ഒരു പ്രവാചകന്റെ, അവിടെ ഒരു ദൈവഭൃത്യന്റെ, അവിടെ ഒരു അഭിഷക്തന്റെ
ഇന്ന് രാത്രി നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പറുമായി നീ കണക്ട് ആകട്ടെ. നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പറുമായി നീ കണക്ട് ആകട്ടെ. ഇന്ന് രാത്രി അന്യഭാഷകളിൽ അധരം തുറന്ന് ആത്മാവിൽ Romono hodono hosaga rathiala pramaniya habara hasaga rahadana hadana rimana hadagasia ninna maaraye maduramakunnathu flight keri varuna oru pravashakanalla ninna maaraye maduramakunnathu aa maaraye kudicha nee thanneyana aa maaraye kudicha nee thanneyana aa maaraye kudicha nee thanneyana salbana harthana maham samaniya Jesus Jesus, Jesus, Jesus. കയ്പിന്റെ തീരത്ത് നിന്ന മരമാണിപ്പോൾ അത്ഭുതം ചെയ്തത്. അവിടെ നിന്ന് പിന്നെയും മുമ്പോട്ട് പോയി സീനായിൽ ഇറങ്ങി. സീനായി മരുഭൂമിയിൽ ഇറങ്ങി വന്നപ്പോ മോശ പറഞ്ഞു, പെട്ടകത്തിന്റെ മാതൃക ദൈവം തന്നു. ജനം ചോദിച്ചു, 48 പലകകൾ വേണം, നിയമപ്പെട്ടകം വേണം, കാഴ്ചയപ്പത്തിൻ്റെ മേശ വേണം, നിലവിളക്ക് കാഴ്ചയപ്പത്തിൻ്റെ മേശ വേണം, ധൂപപീഠം വേണം, യാഗപീഠം വേണം. ജനം ചോദിച്ചു, ഇതൊക്കെ പണിയാനുള്ള മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും? ആമേൻ. മോശ പറഞ്ഞു, പ്രധാനമായി 2 ഉപകരണങ്ങളാ, രണ്ട് റോ മെറ്റീരിയൽസ് ആണ് വേണ്ടത്. ഒന്ന് തടി വേണം, 2 പൊന്ന് വേണം. പൊന്ന് നിങ്ങളുടെ കാതുകളിൽ കിടപ്പുണ്ട്, പൊന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്. ആമേൻ. 2 അതിനെ തടി വേണം. നിങ്ങൾ ചുറ്റുവട്ടത്ത് നോക്കിയേ, നിങ്ങൾ കണ്ടോ മുള്ളു പിടിച്ച് നിൽക്കുന്ന മരങ്ങൾ? മുള്ളു പിടിച്ച് നിൽക്കുന്ന മരം കണ്ടോ? ഈ മരം കൊണ്ട് ദൈവാലയം പണിയാനാ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ മുള്ളു നിറഞ്ഞു നിൽക്കുന്ന, മനുഷ്യൻ അടുക്കാൻ പറ്റാതെ നിൽക്കുന്ന മരത്തെ നോക്കി ദൈവം പറയുക, ഈ മരമാ എനിക്ക് ആലയം പണിയുന്നത്. ഈ മരത്തിലാ എൻ്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നത്. ഈ മരത്തിനകത്താ എൻ്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നത്. ഇന്ന് രാത്രി എത്ര പേർ കുറപ്പുണ്ട്? ആമേൻ. ശിത്തീം തടിക്കകത്ത്, കതിരമരത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി. യഹോവയുടെ ആലയത്തിനകത്ത് മഹത്വം ഇറങ്ങിയെന്ന് ഒറ്റ വാക്കിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പിമ്പിലൊരു മർമ്മം കിടപ്പുണ്ട്. നിവരെ നിന്ന 48 പലകകൾ അത് അത് കതിരമരങ്ങളായിരുന്നു. യാഗപീഠത്തിൽ ഇറങ്ങിയ ദൈവത്തിൻ്റെ തീ, ആ തീ ഇറങ്ങിയ യാഗപീഠം ദൈവത്തിൻ്റെ കതിരമരമായിരുന്നു. ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയ കെരൂബുകൾ വിരിഞ്ഞു നിൽക്കുന്ന പെട്ടകം അത് ദൈവത്തിന്റെ കതിരമരമായിരുന്നു. ശബത്ത് നൂറും അപ്പം മാറ്റി വെക്കുന്നതായ കാഴ്ചയപ്പത്തിന്റെ മേശ അത് ദൈവത്തിന്റെ കതിരമരമായിരുന്നു. ധൂപപീഠം പുകയുന്ന ധൂപവർഗമിട്ട് കത്തുന്ന ധൂപപീഠ അത് പണിയപ്പെട്ടത് കതിരമരത്തിനകത്തായിരുന്നു. ഈ കതിരമരം ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഈ കതിരമരം വളർന്നത് മുഴുവൻ എവിടെയാണെന്നറിയാമോ? വെള്ളമില്ലാത്ത മരുഭൂമിയിൽ, നനവില്ലാത്ത മരുഭൂമിയിൽ. എന്താ കർത്താവേ നനവില്ലാത്ത മരുഭൂമിയിൽ ഈ മരത്തെ നട്ടത്? കർത്താവ് പറഞ്ഞു, ഈ തടിക്കകത്ത് വെള്ളമല്ല വേണ്ടത്, ഈ തടിക്കകത്ത് ആന്റി ടെർമൈറ്റ് അണുക്കള് കയറാതെ ഇതിനകത്തൊരു ഓയിലാണ് വേണ്ടത്. ഇതിനകത്തൊരു ഓയിലാണ് കിടക്കേണ്ടത്. ഇതൊരു ടെർമൈറ്റ് പ്രൂഫ് ആകണമെങ്കിൽ ഇതിനകത്ത് വെള്ളം നിന്നാൽ പോരാ, പകരം എന്ത് ചെയ്യണം? ഇതിനകത്തൊരു ഓയിൽ വേണം. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, നിന്നെ മരുഭൂമിയിൽ ദൈവം കൊണ്ടുവന്ന് നട്ടത് നിന്റെ അകത്ത് വെള്ളം പിടിച്ച തടിയാകാനല്ല, നിന്റെ അകത്ത് ഒരഭിഷേകത്തിന്റെ ഓയിൽ വരാനാണ്. നദിയുടെ തീരത്ത് വളരുന്ന വൃക്ഷത്തിന്റെ അകത്ത് വെള്ളം നിൽക്കുമ്പോ മരുഭൂമിയിൽ വളരുന്ന വൃക്ഷത്തിനകത്ത് എന്തോ നിൽക്കുമെന്നറിയാമോ? ഓയിൽ നിൽക്കും എന്ന് പറഞ്ഞാൽ അനോയിന്റിങ് നിൽക്കുക. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, ചെഴുപ്പിനകത്ത് വളർന്നു വരുന്ന ഒരുത്തനെക്കാട്ടിലോ പ്രതികൂലത്തിനകത്ത് വളർന്നു വരുന്ന ഒരുത്തന്റെ മേലാണ് ആ അഭിഷേകം റെസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, നിന്റെ ശുശ്രൂഷ പ്രതികൂലത്തിനകത്താണ് വളർന്നു വരുന്നതെങ്കിൽ, നിന്റെ യൗവനം പ്രതികൂലത്തിനകത്താ വളർന്നു വരുന്നതെങ്കിൽ, നിന്റെ കരിയർ പ്രതിസന്ധിക്കകത്താ വളർന്നു വരുന്നതെങ്കിൽ, നിന്റെ പ്രൊഫഷൻ വെല്ലുവിളികൾക്കകത്താ വളർന്നു വരുന്നതെങ്കിൽ, നീ ഒരു കാര്യം അറിയണം, നിന്റെ അകത്ത് വെള്ളമല്ല, നിന്റെ അകത്ത് ഓയിലാണ് ദൈവം ഫില്ല് ചെയ്യുന്നത്. നിന്റെ അകത്ത് വെള്ളം ദൈവം നിറയ്ക്കുകയാണ്. ഇന്ന് എണ്ണയെ ദൈവം നിറയ്ക്കുകയാണ്.
ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ആമേൻ. ആകയാൽ പ്രതിസന്ധികൾക്കകത്ത് പൊങ്ങി വന്ന ഈ മരത്തിനകത്ത് ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാനൊരു ഖദിരമരമാ. എൻ്റെ ദാസൻ വരണ്ട നിലത്തു നിന്ന് മുളച്ചു വരുന്ന ഒരു തൈ പോലെ ഇരിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എനിക്കൊരു കൺഫർമേഷനാണ്. ഞാൻ ദൈവത്തിൻ്റെ ശിത്തിയും തടിയാണ്, ഞാൻ ദൈവത്തിൻ്റെ ഖദിരമരമാണ്. എന്നെ ദൈവം പണിയും, എന്നെ ദൈവം ആലയമാക്കുക. എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി നിൽക്കുക, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മഹത്വം വസിക്കും. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം പറഞ്ഞാട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയാം, പ്രതിസന്ധികൾക്കകത്ത് ദൈവം മഹത്വപ്പെടും. പക്ഷെ പ്രതിസന്ധികൾ മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. ഒരിക്കൽ കൂടെ നമ്മുടെ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിലും ഇന്ന് ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധിക്കകത്തും ദൈവം മഹത്വപ്പെടും. ദൈവമഹത്വം കഷ്ടതകൾക്കകത്ത് ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തും. എന്നാൽ രണ്ടാമത്തെ തലത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. യെശയ്യാപ്രവചനം 44-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. യെശയ്യാപ്രവചനം 44-ാം അധ്യായം 23-ാം വാക്യം. ആകാശമേ ഘോഷിച്ചുല്ലസിക്ക, യഹോവ ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളെ അർത്തുകൊള്ളുവേൻ, പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളുമായുള്ളവയെ പൊട്ടിയാർക്കുവേൻ. അടുത്ത ഭാഗം ഒരുമിച്ച് ചേർന്ന് വായിച്ചേ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് ഇസ്രായേലിൽ തന്നെത്താൻ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ ദൈവം എങ്ങനെയാണ് തന്നെത്താൻ മഹത്വപ്പെടുത്തുന്നത്? യാക്കോബിനെ വീണ്ടെടുത്ത് ഇസ്രായേലിൽ തന്നെത്താൻ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. അതിനെ കുറച്ചും കൂടെ ഒന്ന് പേഴ്സണലൈസ് ചെയ്ത് പറഞ്ഞേ, എൻ്റെ വീണ്ടെടുപ്പിനകത്താണ് ദൈവം മഹത്വപ്പെടുന്നത്. ഒന്ന് പറഞ്ഞേ, എൻ്റെ വീണ്ടെടുപ്പിനകത്താണ് ദൈവം മഹത്വപ്പെടുന്നത്. എൻ്റെ വിടുതലിനകത്താണ് ദൈവം മഹത്വപ്പെടുന്നത്. ആമേൻ. വിടുതലും വീണ്ടെടുപ്പും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാനതിനെ രണ്ടിനെ ക്രോഡീകരിച്ചാണ് പറയുന്നത്. പക്ഷെ എന്താണ് വിടുതലും? ഡെലിവറൻസ് ആൻഡ് റിഡംഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിവറൻസും റിഡംഷനും? ആമേൻ. ഞാനൊരു കുഴിക്കകത്ത് പെട്ട് കിടക്കുകയാണ്. ആ കുഴിയിൽ നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കുകയാണെങ്കിൽ അതിൻ്റെ പേരെന്താണ്? വിടുതൽ എന്നാണ് പേര്. ഞാൻ പോകുന്ന വഴിയിൽ അറിയാതെ ഒരു കുഴിയിൽ വീണു, ഒരു പൊട്ടക്കിണറ്റിൽ വീണു. ആ കിണറ്റിൽ നിന്ന് എന്നെ ഒരാൾ പിടിച്ച് പുറത്തു കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാം? അതിൻ്റെ പേര് വിടുതൽ എന്നാണ്. പക്ഷെ ഞാൻ പോകുന്ന വഴിയിൽ എന്നെ 4 പേര് ചേർന്ന് കയറുകൊണ്ട് കെട്ടി ഒരു മരത്തെ കെട്ടി നിർത്തി, ഇവനെ വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞു. ആമേൻ. ആർക്കെങ്കിലും വന്ന് എന്നെ വിടുവിക്കാൻ പറ്റുമോ? വിടുവിക്കാൻ പറ്റത്തില്ല. പകരം എന്നെ കെട്ടി നിർത്തിയവനെ കീഴ്പ്പെടുത്തിയിട്ട് എന്നെ ആ ബന്ധനം അഴിച്ച് പുറത്തു കൊണ്ടുവരണമെങ്കിൽ കെട്ട് മാത്രം അഴിച്ചാൽ പോരാ, കെട്ടിന് കാവൽ നിൽക്കുന്ന കെട്ടിയ ആ ശത്രുവിങ്കൽ നിന്ന് എന്നെ എന്ത് ചെയ്യണം? പുറത്തെടുക്കണം. അതാണ് വീണ്ടെടുപ്പ്. വിടുതൽ എന്ന് പറഞ്ഞാൽ കുഴിയിൽ നിന്ന് കയറ്റുന്നു. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്, ആമേൻ, നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു അധികാരത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന വിടുതലാണ് വീണ്ടെടുപ്പ്. അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നത് വിടുതലാണെങ്കിൽ ഒരു അധികാരത്തിൽ നിന്ന് പുറത്തു വരുന്നത് വീണ്ടെടുപ്പാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിടുതലും വീണ്ടെടുപ്പും ചേർത്ത് പറയുകയാണ്. കാരണം അതാകുന്നു നമുക്ക് ഇന്ന് നമ്മുടെ സമയത്തിനകത്ത് പോകുവാനുള്ളത്. അവിടെ പറയുകയാണ്, യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് ഇസ്രായേലിൽ തന്നെത്താൻ മഹിമപ്പെടുത്തിയിരിക്കുന്നു. ആ വാക്യത്തെ ഒന്ന് ഷോർട്ടാക്കി ഞാൻ ഇങ്ങനെ പറയാം, എൻ്റെ വിടുതലാണ് ദൈവത്തിൻ്റെ മഹത്വം. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, എൻ്റെ വിടുതലാണ് ദൈവത്തിൻ്റെ മഹത്വം. എൻ്റെ വിടുതലിനകത്ത് ദൈവം മഹത്വപ്പെടും. ഒന്ന് ആവർത്തിച്ച് എന്നോട് ചേർന്ന് പറയാമോ? എൻ്റെ വിടുതലിനകത്ത് ദൈവം മഹത്വപ്പെടും. ശബ്ദമുയർത്തി എന്നോട് ചേർന്നൊന്ന് പറയാമോ? എൻ്റെ വിടുതലുകളിൽ ദൈവം മഹത്വപ്പെടും. എൻ്റെ വിടുതലുകളിൽ ദൈവം മഹത്വപ്പെടും. എൻ്റെ വിടുതലുകളിൽ ദൈവം മഹത്വപ്പെടും. എൻ്റെ വിടുതലുകൾക്കകത്താണ് ദൈവം മഹത്വപ്പെടുന്നത്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ജീവിതത്തിൽ കഷ്ടത അനിവാര്യമാണ്, ജീവിതത്തിൽ പ്രതികൂലം അനിവാര്യമാണ്. പക്ഷേ എല്ലാ കാലവും പ്രതികൂലത്തിലല്ല ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, പ്രതികൂലങ്ങളുമായി നാം അഡ്ജസ്റ്റ് ആകുമ്പോൾ നാം പറയുന്ന ഒരു വേർഡാണ് എന്താണെന്നറിയാമോ? ആ നിത്യതയിൽ ചെന്ന് ഇതിനെല്ലാം പ്രതിഫലം പ്രാപിക്കാം. അതാണ് പൗലോസ് പറഞ്ഞത്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ ആശ്രയം വെച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഹോപ്പ് എല്ലാം ഞങ്ങൾക്ക്
നഷ്ടപ്പെട്ടു പോയി. ആമേൻ. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ അവസ്ഥ, ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനിവാര്യമാണ്. പക്ഷെ ദൈവം മഹത്വപ്പെടുന്നത് പ്രതികൂലത്തിനകത്തും പ്രതിസന്ധിക്കും എന്നതിനെക്കാട്ടിൽ അപ്പുറമായി അതിനകത്തുനിന്ന് ഒരു വിടുതൽ ലഭിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ യഥാർത്ഥമായി മഹത്വപ്പെടുന്നത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആമേൻ, ഒരു വിടുതലിൽ കൂടെ ദൈവം എന്നിൽ മഹത്വപ്പെടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? എനിക്കൊരു വിടുതൽ വേണം, അങ്ങനെ ദൈവം മഹത്വപ്പെടണം. ആമേൻ. എനിക്കൊരു വിടുതൽ വേണം, അങ്ങനെ ദൈവം മഹത്വപ്പെടണം. കേവലം ഇനിയും വചനം ശ്രവണത്തിനപ്പുറമായി ഒരു ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളാകുന്ന മിനിറ്റുകളായി തീരട്ടെ. എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവിൻ്റെ ക്രൂശ് അനിവാര്യമായിരുന്നു. ഗത്സമന തുടങ്ങി ആമേൻ കാൽവറി വരെ യേശുവിൻ്റെ കുരിശ് വളരെ അനിവാര്യമായിരുന്ന ഘടകം തന്നെയാണ്. ഞാൻ അതിനകത്തിലേക്ക് കയറുമ്പോൾ രണ്ട് കാര്യം പറഞ്ഞിട്ട് പോകാം. എൻ്റെ സഹോദരങ്ങളെ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിൽ കൂടെ നമ്മൾ യേശുവിൻ്റെ കാൽവറിയെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. ആമേൻ. ഗത്സമനയിൽ രക്തം വിയർക്കുന്ന യേശോ, ഗബത്തയിൽ അടിയേൽക്കുന്ന യേശോ, മുഖത്തെ താടി രോമങ്ങൾ പിച്ചിപ്പറിക്കപ്പെടുന്ന, കാറിത്തുപ്പപ്പെടുന്ന, മുൾക്കിരീടം ധരിക്കുന്ന, ആമേൻ, പുറമുഴുവുചാൽ പോലെ കീറുന്ന, മരക്കുരിശും എടുത്തുകൊണ്ട് മലമുകളിലേക്ക് കയറിപ്പോകുന്ന, വേദന നിർഭരമായിരിക്കുന്ന യേശുവിൻ്റെ ചിത്രം നമുക്ക് 4 സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയും. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, പൗലോസ് കുരിശിനെ വിവരിക്കുന്ന എവിടെയെങ്കിലും നിങ്ങൾക്ക് കണ്ണു നിറയുമോ? പൗലോസ് കുരിശിനെ വിവരിക്കുന്ന എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഇമോഷണൽ സെൻസ് ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാകത്തില്ല. പകരം നമുക്ക് എന്തായിരിക്കും അറിയാവോ? നമ്മൾ സുവിശേഷങ്ങളുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇരുക്കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ തൂങ്ങിക്കിടക്കുന്ന, രക്തത്തിൽ അലങ്കൃതനായിരിക്കുന്ന, വിലാപ്പുറത്തു നിന്ന് അവസാനതുള്ളി രക്തം വരെ നിലത്തൊഴിക്കപ്പെട്ട, ശിരസ് താങ്ങി കിടക്കുന്ന, കൈപ്പുകാടി കുടിപ്പാൻ കഴിയാത്ത ഒരു ക്രിസ്തുവിനെയാണ് സുവിശേഷത്തിന്റെ കണ്ണാടിയിൽ കൂടെ നമ്മൾ കാണുവാൻ കഴിയുന്നത്. പക്ഷെ പൗലോസ് പറയുന്ന ക്രൂശിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടുന്ന കാൽവറി. ഹോ എന്നാ! അമേൻ, അമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അമേൻ, 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 അമേൻ. ഒരു ഇന്ദ്രിയ ഗോചരമായിരിക്കുന്ന ഒരു ഇമോഷണൽ വിഷനാണ് ഗോസ്പൽ നമുക്ക്, ഒരു ഹിസ്റ്റോറിക്കൽ വിഷനാണ് ഗോസ്പൽ നമുക്ക് തരുന്നതെങ്കിൽ, ലേഖനങ്ങൾ നമുക്ക് തരുന്നത് എന്താണെന്നറിയാമോ? ഒരു സ്പിരിച്വൽ വിഷനാണ്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കുന്നു, ഒരു ഇമോഷണൽ, ഒരു ഹിസ്റ്റോറിക്കൽ വിഷനിൽ അല്ല ഞാനും നിങ്ങളും കാൽവറിയെ കാണേണ്ടത്. പകരം 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 ആമേൻ, ഒരു സ്പിരിച്വൽ വിഷൻ അകത്ത്. ഓ റശകർമ്മനം താരകഠാനിയ. സുവിശേഷം വായിക്കുമ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് ഉറക്ക നിലവിളിച്ചവൻ പ്രാണനെ വിട്ടോ. പക്ഷെ ലേഖനം വായിക്കുമ്പോൾ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ താന്റെ മരണത്താൽ വലിച്ചെറിഞ്ഞ കാൽവറി. ഇന്ന് രാത്രി ഈ രാത്രി നിന്റെ വിഷൻ മാറട്ടെ. നിന്റെ ഇമോഷണൽ പെർസ്പെക്റ്റീവ് മാറിയിട്ട് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലേക്ക് മാറട്ടെ. എന്റെ കഷ്ടതകൾ എന്റെ കഷ്ടതകൾ വെറും കഷ്ടതകളല്ല, അതിനകത്തൊരു മിഷൻ മറഞ്ഞു കിടപ്പുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഇമോഷണൽ പെർസ്പെക്റ്റീവുകൾ മാറിയിട്ട് പകരം ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ Jarthani Mahashatania, Larthani Mahasakatani Rahalarada, Ramsunia Pramasya Kalmortania, Pramania Hatunia Mahasam Prabhajania, Rabani Allah Mahatania Prabhashe, Retania Prabhos Mahoriana. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇനി ഗോസ്പൽ പെർസ്പെക്റ്റീവിൽ തന്നെ കടന്നു വരാം. യേശു ഗത്സമനയിൽ രക്തം വിയർത്തപ്പോൾ ആരെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തിയോ? യേശു ഗബത്തയിൽ രക്തമൊഴുകിയപ്പോൾ ആരെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തിയോ? യേശു കുരിശും ചുമർന്ന് ഗോൽഗോഥയിലേക്ക് കയറിപ്പോയപ്പോൾ ആരെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തിയോ? കാരിരുമ്പാണികളിൽ യേശു ക്രൂശിക്കപ്പെടുമ്പോൾ ആരെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തിയോ? ഇല്ല. എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിടുന്ന സമയമായപ്പോൾ ആരെങ്കിലും സ്തോത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയോ? ആമേൻ. അവിടേക്ക് വരാം, നമുക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ലൂക്കോസിന്റെ സുവിശേഷം
ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ 47 വാക്യത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 47 വാക്യം. ആമേൻ. അവിടെ പറയുകയാണ്, ഇത് സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുവിന്റെ കുരിശുമരണത്തിങ്കിൽ ഒരാൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്ത് കണ്ടിട്ടാണെന്നറിയാമോ? എന്ത് കണ്ടിട്ടാണ്? 44 വാക്യം ഒന്ന് വായിച്ചു തരാമോ? 44 വാക്യം. ഏകദേശം 6 മണി നേരമായപ്പോൾ 6 മണി നേരം എന്ന് പറഞ്ഞാൽ ജൂയിഷ് ടൈമിംഗ് നമുക്കറിയാം, മോർണിംഗ് 6 to ഈവനിങ് 6 ആണ്. അപ്പോൾ 6 മണി എന്ന് പറഞ്ഞാൽ എത്ര മണിയായിട്ടുണ്ട്? 12 മണി. ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട്, ഏകദേശം 12 മണിയായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി വരെ, 9 മണി നേരം വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. എന്നാൽ ഉച്ചയ്ക്ക് 12 മണി തുടങ്ങി 3 മണി വരെ ദേശത്ത് മുഴുവനും എന്ത് സംഭവിച്ചു? അന്ധകാരമുണ്ടായി. ആമേൻ. ക്രൂശിക്കപ്പെട്ടത് കാൽവറിയിലാണ്. പക്ഷേ ഓഫായ ലൈറ്റ് എന്ന് പറയുന്നത്, ആമേൻ, ആകാശത്തിൽ നിൽക്കുന്ന സൂര്യനാണ്. ആമേൻ. ഇനി വീണ്ടും അതിന്റെ 45 വാക്യം ഒന്ന് വായിക്കാമോ? 45 വാക്യം. ദൈവമന്ദിരത്തിന്റെ തിരശീല നടുവേ ചിന്തിപ്പോയി. കീറിപ്പോയത് അവന്റെ മുതുകാണെന്ന് ലോകം പറഞ്ഞപ്പോൾ സ്വർഗം പറഞ്ഞു, ഇല്ല, കീറിയത് അവന്റെ മുതുകല്ല, പകരം കീറിയത് ദൈവാലയത്തിലെ തിരശീലയാണ്. ആമേൻ. ഇനിയും വീണ്ടും 47 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുക, ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട്. ഏത് സംഭവിച്ചത്? ശതാധിപൻ കണ്ടോ? ആകാശത്തിലെ സൂര്യൻ ഇരുണ്ടുപോയതോ? ദൈവാലയത്തിലെ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് കീഴ് വരെ കൈതൊടാതെ ചിന്തിപ്പോയതും കണ്ടപ്പോൾ, ആമേൻ, ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാ, ആ സഫറിങ്സിനകത്ത്, ആ കാൽവറിക്കകത്ത് സ്വർഗം ഒരു ഷിഫ്റ്റ് കൊണ്ടുവന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പ്രതികൂലത്തിനകത്ത് ഒരു ഡിവൈൻ ഷിഫ്റ്റ് ഉണ്ട്. നിന്റെ വെല്ലുവിളിക്കകത്ത് ഒരു ഡിവൈൻ ഷിഫ്റ്റ് ഉണ്ട്. ഇന്ന് രാത്രി അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്, അന്യഭാഷകളിൽ ആത്മാവിൽ കയറി വന്നേ, നീ കടന്നു പോകുന്ന പ്രതിസന്ധിക്കകത്ത് ഒരു സ്പിരിച്വൽ ഷിഫ്റ്റ്, ഒരു ഡിവൈൻ ഷിഫ്റ്റ് സംഭവിക്കട്ടെ. എല്ലാവരും യേശുവിനെ, കുരിശിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, എല്ലാവരും കർത്താവിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, പെട്ടെന്ന് എല്ലാവരുടെയും വിഷൻ മാറുകയാണ്. പെട്ടെന്ന് എല്ലാവരുടെയും സൈറ്റ് ചേഞ്ച് ആവുകയാണ്. അമ്മേ, ക്രൂശിൽ നോക്കി കൊണ്ട് നിന്നവർ ആകാശത്തിൽ 12 മണിക്ക് സൂര്യൻ ഡിമ്മാവുന്നത് കാണുകയാണ്. ഇന്ന് രാത്രി ആമേ, നിന്നെ ചാട്ടവാറടിക്കുന്നതിനപ്പുറം, നിന്നെ കുരിശ് ചുമപ്പിക്കുന്നതിനപ്പുറം, നിന്നെ വസ്ത്രം പറിച്ചുരിയുന്നതിനപ്പുറം, നിന്റെ ശിരസിൽ മുൾക്കിരീടം വെക്കുന്നതിനപ്പുറം ദൈവത്തിന് ചിലത് നിന്റെ പ്രതിസന്ധികളിൽ പ്രദർശിപ്പിക്കാനുണ്ട്. എന്റെ കഷ്ടതയിൽ ദൈവത്തിന് ചിലത് പ്രദർശിപ്പിക്കാനുണ്ട്. എന്റെ പ്രതിസന്ധികളിൽ ഇന്ന് രാത്രി നിന്റെ കഷ്ടതയുടെ റൂട്ടിനകത്തൊരു തിരിവ് സംഭവിക്കട്ടെ. നിന്റെ പ്രതികൂലങ്ങൾക്കകത്തൊരു തിരിവ് സംഭവിക്കട്ടെ. ഇത്രയും നേരം ഷോ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഹന്നാവും കയ്യഫാവും പീലാത്തോസുമാണ്. പക്ഷേ അവന്റെ ഷോയുടെ ഫ്യൂസ് ഊരിയിട്ട് തമ്പുരാൻ പറഞ്ഞു, ഇനിയും നീ ഒന്നും ഇത് കാണണ്ട, സ്വർഗത്തിലെ ദൈവം ലൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. ഇന്ന് രാത്രി നിനക്കെതിരെ ഷോ ക്രിയേറ്റ് ചെയ്യുന്ന ചില സംഗതികളുടെ ഫ്യൂസ് ദൈവം ഊരിക്കളയട്ടെ. നീ നാടകം കളിച്ചത് മതിയെന്നേ, തമ്പുരാൻ ജനറേറ്റർ ഓഫ് ചെയ്തു. മതി, നിന്റെ ലൈറ്റിനിങ് കത്തണ്ട. ഇന്ന് രാത്രി അവൻ ഇത്രയും നേരം ഡ്രാമ സെറ്റ് ചെയ്ത് കളിച്ചതൊക്കെ തമ്പുരാന്റെ ലൈറ്റ് നിന്നിട്ടാ. പക്ഷെ തമ്പുരാൻ ലൈറ്റ് ഓഫ് ചെയ്തോ? ആമേൻ. അവിടെ നിന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഇന്ന് രാത്രികാല ഒരു ഡിവൈൻ ഷിഫ്റ്റ് നീ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത്
കേവലം വചനം കേൾക്കുകയല്ല, വചനത്തിനകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ ശക്തി നിന്റെ ശരീരങ്ങളെ, നിന്റെ അവസ്ഥകളെ, നിന്റെ സാഹചര്യങ്ങളെ തൊടട്ട് 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 തൊടട്ട്. കഴിഞ്ഞ രാത്രി ഞാൻ വചനം പ്രസംഗിച്ചു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വചനം പ്രസംഗിക്കുകയല്ല, ഞാൻ വചനം ശുശ്രൂഷിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവം മഹത്വപ്പെടുത്ത, അവൻ യാക്കോബിനെ വീണ്ടെടുത്ത് ഇസ്രായേലിൽ തന്നെ താൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. എന്റെ വിടുതലുകളാണ് ദൈവത്തിന്റെ ഗ്ലോറി മാനിഫെസ്റ്റേഷൻ. എന്റെ വിടുതലുകളാണ് ദൈവത്തിന്റെ ദൈവം മാഗ്നിഫൈ ചെയ്യപ്പെടുന്നത് എന്റെ വിടുതലുകൾക്കകത്താണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ഒരു നിമിഷം കരമടിച്ച് ലംബറം വാലകട്ടാനംബറ ആതുരിയ മഞ്ചലമനമനമനമാനിയ പ്രോമമമബബബബബ ജീസസ്. ആമേൻ. ഒരുത്തൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. 47-ാം വാക്യത്തിൽ ഒരുത്തൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ. അടുത്ത വാക്യം കാൺമാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മറങ്ങിപ്പോയി. ദൈവ സംഗതികളെ പ്ലോട്ട് തിരിച്ചാൽ, ദൈവം നിന്റെ പ്രതിസന്ധികൾക്കകത്ത് ഷിഫ്റ്റ് വരുത്തിയാൽ, കൈയടിക്കാൻ നിന്നവൻ നെഞ്ചത്തടിച്ചു മറങ്ങിപ്പോകും. ഇന്ന് രാത്രി ദൂത് നിന്നെ കണക്ട് ആകുന്നെങ്കിൽ, അഭിഷേകം നിന്നെ തൊടുന്നെങ്കിൽ, കൈയടിക്കാൻ നിൽക്കുന്നവൻ നിന്റെ തകർച്ച കണ്ട, നിന്റെ ശാപം കണ്ട, നിന്റെ വീഴ്ച കണ്ട, കൈയടിക്കാൻ നിൽക്കുന്നവൻ നെഞ്ചത്തടിച്ചു മടങ്ങട്ടെ. ഇന്ന് രാത്രി ദൈവം നിന്നെ തൊടട്ടെ. നിന്റെ പ്രതിസന്ധിക്കകത്ത് ദൈവം ഇടപെടാൻ തുടങ്ങിയാൽ നിനക്ക് നിന്റെ സംഗതിക്ക് കൈയടിക്കാൻ നിന്നവൻ നെഞ്ചത്തടിക്കുക. ഇന്ന് രാത്രി ആത്മാവ് ചില സാഹചര്യങ്ങളെ വെളിപ്പെടുത്തുന്നെങ്കിൽ നിന്റെ പ്രവാചകൻ നീയാ. ആത്മാവിന്റെ അധികാരത്തിൽ വിളിച്ചു പറ, ആത്മാവിന്റെ അധികാരത്തിൽ വിളിച്ചു പറ, എന്റെ തകർച്ച കണ്ട് കൈയടിക്കാൻ നിൽക്കുന്നവൻ ഇന്ന് രാത്രി അവൻ നെഞ്ചത്തടിച്ച് മടങ്ങി പോകട്ടെ. അപ്ലോസ് കൊടുക്കാൻ വന്നവൻ, കൈയടിക്കാൻ വന്നവൻ, അവനിപ്പോ നെഞ്ചത്തടിച്ചോണ്ട് പോവാ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് ആത്മാവിൽ അതിനൊന്ന് കാണാൻ പറ്റുമോ? ഇന്ന് രാത്രി ആത്മാവ് ചിലതിനെ അങ്ങനെ 360 തിരിക്കട്ടെ. ഞാൻ ദൈവാധികാരത്തിൽ കൽപ്പിക്കുന്നു. കൈയടിക്കാൻ വന്നവൻ നെഞ്ചത്തടിക്കുന്ന അളവിൽ കൈയടിക്കാൻ വന്നവൻ കൈയടിക്കാൻ നിൽക്കുന്നവൻ നെഞ്ചത്തടിക്കുന്ന അളവിൽ നിന്റെ ലൈഫിനകത്തൊരു ദൈവിക കൃപ, ദൈവ മഹത്വം, ദൈവശക്തി. ആമേൻ. നിന്റെ വീഴ്ച കണ്ടവൻ കൈയടിക്കത്തില്ല, നിന്റെ താഴ്ച കണ്ടവൻ കൈയടിക്കത്തില്ല, നിന്നെ പെട്ടിയിലാക്കിയിട്ട് അവൻ കൈയടിക്കത്തില്ലെന്നേ. പകരം അവൻ മാറത്തടിക്കും. ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, എൻ്റെ ജീവിതം നോക്കി അവൻ, നമ്മുടെ ജീവിതം നോക്കി അവൻ കൈയടിക്കത്തില്ല, അവൻ നെഞ്ചത്തടിച്ച് മടങ്ങും. കരം കൊടുത്ത് പറ, എനക്ക് കൈയടിക്കത്തില്ല, എനക്ക് നെഞ്ചത്തടിച്ച് മടങ്ങിപ്പോകും.
ഇന്ന് രാത്രി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അടുത്ത പോയിന്റുകളിലേക്ക് കയറാം. നിന്റെ കളി കണ്ട് കൈയടിക്കാൻ വന്നവന്റെ ടിക്കറ്റ് കാശ് പോയി. നിന്റെ കളി കണ്ട് കൈയടിക്കാൻ വന്നവന്റെ ടിക്കറ്റ് കാശ് പോയി. പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. എഫെസോസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്തെന്ന്. എന്താണ് എഫെസോസിലെ മൃഗയുദ്ധം എന്നറിയാമോ? കൊളോസ്യത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗാലറിക്കകത്ത് വിശപ്പ് കൊണ്ട് അരണ്ട് നിൽക്കുന്ന ഒരു മൃഗത്തെ ഇരുമ്പുകുട്ടിൽ കൊണ്ടുവന്ന് ആ വലിയ സ്റ്റേഡിയത്തിൻ്റെ ഒരു സൈഡിൽ നിർത്തും. ആ സ്റ്റേഡിയത്തിൻ്റെ അങ്ങേ അറ്റത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തും. കൂടഴിച്ചു വിടുമ്പോൾ ഈ മൃഗം എന്ത് ചെയ്യുമെന്നറിയാമോ? വിശപ്പ് കൊണ്ട് അവൻ ഈ മനുഷ്യൻ്റെ നേരെ ഓടും. ഈ മനുഷ്യൻ ജീവരക്ഷാർത്ഥം ഈ സ്റ്റേഡിയത്തിന് ചുറ്റും എന്ത് ചെയ്യും? കിടന്നോടും. അവസാനം ഈ മൃഗം ഇവനെ പിടിക്കും. ഇവൻ്റെ കൈ, ഈ മൃഗത്തിൻ്റെ കാലുകൾക്കിടയിൽ നിന്ന്, കൈകൾക്കിടയിൽ നിന്ന് ഈ മനുഷ്യൻ കുതറാൻ നോക്കും. പക്ഷേ സമ്മതിക്കാതെ ഈ മൃഗം ഇവനെ പിടിച്ചു നിർത്തി ഇവനെ വലിച്ചു കീറി തിന്നും. ഇത് കാണുമ്പോൾ ഈ മനുഷ്യർ, ആൾക്കൂട്ടം എന്ത് ചെയ്യും? കൈയടിക്കും. പക്ഷേ എഫെസോസിലെ കൊളോസ്യങ്ങളിൽ ഒന്നിൽ കൊണ്ടുവന്ന് പൗലോസിനെ സ്റ്റേഡിയത്തിൻ്റെ മൂലയ്ക്ക് നിർത്തിയിട്ട് മറ്റേ മൂലയ്ക്ക് ഒരു ഇരുമ്പ് കൂട് കൊണ്ടുവന്ന് തുറന്നു. അതിനകത്ത് പുലിയോ സിംഹമോ കടുവയോ കരടിയോ ഏതോ ഒരു കാട്ടുമൃഗത്തെ അഴിച്ചുവിടാൻ തക്കവണ്ണം ഇരുമ്പ് കൂടിൻ്റെ വാതിൽ തുറന്നു വെച്ചു. മൃഗം അനങ്ങുന്നില്ല, മൃഗം ചലിക്കുന്നില്ല. പുറകിൽ വന്ന് മൃഗപാലകർ കുത്തിയിട്ട് പറഞ്ഞു, നീ ചെല്ല, നിന്റെ ഭക്ഷണം കിടക്കുന്നു. മൃഗം പൂച്ച ഉറങ്ങുന്നത് പോലെ കൂട്ടിനകത്ത് ഉറങ്ങാൻ തുടങ്ങി. ഇരുമ്പ് കൂട് അടച്ചിട്ട് എടുത്തുകൊണ്ടുപോയി അടുത്ത ഇരുമ്പ് കൂട് കൊണ്ടുവച്ചോ. പക്ഷെ മാറി മാറി കൂടുകൾ കൊണ്ടുവച്ചിട്ടോ ഒറ്റ മൃഗവും കൂടിന് വെളിയിൽ ഇറങ്ങിയില്ല. പൗലോസ് അവിടെ നിന്ന് പറഞ്ഞു കാണുക, കൽദയ ദേശത്ത് സിംഹങ്ങളുടെ വായടച്ച ദൈവമത്തെയാ ഞാൻ സേവിക്കുന്നത്. പിന്നെ എഫെസോസിലെ ഈ പേട്ടുമൃഗ ഇന്ന് രാത്രി എത്ര പേർക്ക് ആത്മാവിൽ അതാ ഞാൻ പറഞ്ഞത്, നിന്റെ കളി കണ്ട് കൈയടിക്കാൻ വന്നവന്റെ ടിക്കറ്റ് കാശ് പോകത്തേ ഉള്ളൂ. അവൻ കൈയടിക്കാൻ, അവൻ ചിരിക്കാൻ ഒരു വക നിന്നെ വെച്ച് പിശാച് ഒരു നാടകം കളിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ളവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കകത്ത് ട്വിസ്റ്റ് സംഭവിക്കണം. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കകത്ത് ട്വിസ്റ്റ് സംഭവിക്കണം. അവിടെയാണ് ദൈവം മഹത്വപ്പെടുന്നത്. ഇന്ന് രാത്രി ഞാൻ വേഗത്തിൽ 5 ട്വിസ്റ്റുകളെ പറഞ്ഞ് പൂർത്തീകരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യം, അവിടെ ഇങ്ങനെയാ. യേശു അത് കേട്ടിട്ട് 3-ാം വാക്യം, ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. 4, യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ദീനത്തിൽ ദൈവം എന്ത് ചെയ്യാൻ പോവുകയാണ്? മഹത്വപ്പെടാൻ പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അത് പറയാതെ ഈ കോണ്ടെക്സ്റ്റ് പൂർത്തീകരിക്കപ്പെടത്തില്ല. ലാസറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ലാസറിൻ്റെ വീട്ടിൽ ലാസറും 2 സഹോദരിമാരുമുണ്ട്. മാർത്തയാണ് ഏറ്റവും മൂത്തത്, മറിയം ഇളയതാണ്, ലാസർ ഇതിൻ്റെ നടുക്കുള്ളതാണെന്നാണ് പറഞ്ഞു വരുന്നത്. മാർത്തയാണ് മൂത്തത്. മാർത്തയും ലാസറും മറിയവും, ഇങ്ങനെ 3 പേര്. ഞാൻ ഒരു സാധാരണമായ ചോദ്യം ചോദിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ എന്തിയേ? മരിച്ചുപോയി. അല്ലെങ്കിൽ ഈ പിള്ളേരെ അങ്ങനെ കൈവിട്ടിട്ട് പോകത്തില്ലല്ലോ. അപ്പോൾ അപ്പനും അമ്മയും എന്ത് ചെയ്തു? മരിച്ചുപോയി. ഈ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം എത്ര വയസ്സ് കാണും? നിങ്ങൾ പറ. ഈ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം എത്ര വയസ്സ് കാണും? എന്തായിരുന്നാലും എൻ്റെ കണക്ക് കൂട്ടലിൽ 20-ൽ താഴെ ഉള്ളൂ. അല്ലെങ്കിൽ മാർത്തയെ എന്ത് ചെയ്തിരുന്നേനെ? മാർത്ത വിവാഹം കഴിച്ചിരുന്നേനെ. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങൾക്കും വിവാഹപ്രായം എന്ത് ചെയ്തിട്ടില്ല? ആയിട്ടില്ല. വിവാഹപ്രായം ആകുന്നതിന് മുന്നമേ അപ്പനും അമ്മയും എന്ത് ചെയ്തു? മരിച്ചുപോയി. ഇനി ഈ വീട്ടിൽ ഇപ്പോൾ ആരുണ്ട്? 2 പെൺപിള്ളാരും 1 ആഞ്ചറക്കനും. അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ആഞ്ചർക്കനും എന്തോ വന്നെന്നറിയാമോ? നിങ്ങൾ ആ വീടിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ 3 പിള്ളേരും മാത്രം, ഈ 2 പെങ്ങന്മാരും കൂടെ ഈ ആങ്ങളച്ചെറുക്കനെ നടുക്ക് കിടത്തിയിട്ട് ഇതുങ്ങൾ രാത്രി ഒരു പായിക്കകത്ത് ഒരു കട്ടിലേൽ മുറുക്കി കെട്ടിപ്പിടിച്ച് കിടക്കും. സന്ധ്യ ആകുമ്പോഴത്തേക്ക് മാർത്ത പറയും, എടാ ലാസറേ നീ ഇവിടെ വന്നേ. അപ്പം മറിയ പറയും, ഇല്ല ഞാൻ വെള്ളം കോരാൻ പോവാം, അവനെ എൻ്റെ കൂടെ വിട്. ഇങ്ങനെ ഇവർ 2 പേരും കൂടി ഈ കൊച്ചി ഇറക്കനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. ഇവനായി വീട്ടിലെ അപ്പൻ, ഇവനായി വീട്ടിലെ വലിയ ആള്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ കൊച്ചനും എന്ത് ചെയ്തു? ഒരസുഖം വന്നു.
അസുഖം വന്ന് അവനും എന്ത് ചെയ്തു? മരിച്ചുപോയി. നമ്മുടെ അയൽവക്കത്തായി ഇത് വന്നതെങ്കിൽ നമ്മൾ എന്തോ പറയും? ആ കുടുംബത്തിൽ ഏതാണ്ടൊരു ശാപമുണ്ട്. അപ്പനും പോയി, അമ്മയും പോയി, ആകെയുള്ള ഒരു ആങ്കൊച്ചായിരുന്നു, അവനും പോയി. അത് മറിയം ജനിച്ചപ്പോഴേ അവിടെ നാളെ എനിക്കറിയാം അത് ശരിയല്ലായിരുന്നു. അന്നേ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതായിരുന്നു. അമ്മേ, അപ്പൊ ഈ വീടിനെ നാട്ടുകാരെന്തോ പറഞ്ഞെന്നറിയാമോ? ശാപം മുദ്രകുത്തി. ഇതുപോലെ നൈൻ എന്ന പട്ടണത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഫോർട്ടിഫൈഡ് സിറ്റി എന്ന് പറഞ്ഞാൽ ചുറ്റും മതിലുകൾ ഉള്ളതായ ഒരു പട്ടണം. നല്ലപോലെ മതിലൊക്കെ കെട്ടി വെൽ സെറ്റിൽഡ് കോളനി ആണെങ്കിൽ ആ കോളനിയിൽ താമസിക്കുന്നതൊക്കെ ആരായിരിക്കും? VIPs ആയിരിക്കും. അപ്പൊ ഈ സഹോദരിയുടെ കുടുംബം എന്തായിരുന്നാലും ഒരു നല്ല ബിസിനസ്സുകാരനോ ഒരു ഹൈ ലെവലിൽ ജീവിച്ചതായ ഒരു മനുഷ്യനാണ്. ഞാനിങ്ങനെ പറയാം, ബിസിനസ്സിനകത്ത് ആർക്കോ അസൂയ മൂത്ത ആഭിചാരം ചെയ്തത് തന്നെ ആയിരിക്കും. അയാൾ എന്ത് ചെയ്തു? നിന്നതിപ്പി ആള് പോയി. പക്ഷേ ഈ പുള്ളിക്കാരിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. കൊച്ചനെ ബിസിനസ്സൊക്കെ നോക്കി പഴയ മാനേജറിനെയൊക്കെ വെച്ച് ബിസിനസ് നടത്തിക്കൊണ്ട് പോവുക. ഇവനെ MBA കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഈ ബിസിനസ് എങ്ങനെങ്കിലും നമുക്കൊന്ന് മുമ്പോട്ട് കൊണ്ടുപോകാം, അവിടെ വരെ എത്തിക്കാം. അങ്ങനെ ഇരുന്നപ്പോഴേ ഇവൻ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനും ചത്തുപോയി. അടുത്തത് ഇവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്തുവാ? നിങ്ങൾ പറ. കമ്പനി പരിചയത്തിലുള്ള ആർക്കെങ്കിലും വിൽക്കാം. ഇനി ഈ ഫോർട്ടിഫൈഡ് സിറ്റിക്കകത്ത് താമസിക്കാതെ ഈ വീട് നല്ല വിലയ്ക്ക് കൊടുത്തിട്ട് അവളുടെ ഒരു ഗ്രാമം കാണുമല്ലോ, ആ ഗ്രാമത്തിൽ പോയി ആ പഴയ കുടുംബ വീട്ടിൽ ആങ്ങളമാരുടെ കൂടോ നാത്തുമാരുടെ കൂടോ വല്ലതും എന്ത് ചെയ്യാം? താമസിക്കാം. ഇപ്പുറത്തെ ബിസിനസ്സുകാരൻ്റെ മനസ്സിൽ ഭയങ്കര സമാധാനമായി. ആള് പെട്ടിയും കിടക്ക എടുത്തോണ്ട് പോയി. ഇത് ആഭിചാരം എന്ന് ഒരു സൈഡ് ഞാൻ പറയുന്നു. പക്ഷെ അപ്പുറത്തേക്കുന്നവർ പറയും, അവള് കുറെ അഹങ്കരിച്ചതാ. എന്തുവായിരുന്നു? ടെസ്ല എടുക്കുന്നു, മെസ്ഡീസ് എടുക്കുന്നു, ഹീലിടുന്നു, 4 കുപ്പി സ്പ്രേ അടിക്കുന്നു. എന്തോ ഗമയായിരുന്നു. അന്നേ എനിക്കറിയായിരുന്നു ഇത് ഒത്തിരി കാലം നിൽക്കത്തില്ലെന്ന്. പക്ഷേ തമ്പുരാൻ നേരെ 9 കയറി ചെന്നു. തമ്പുരാൻ വണ്ടി തടഞ്ഞു, കുഴി മൂടാൻ പറഞ്ഞു. ചെറുക്കനെ വണ്ടിയെന്ന് ഇറക്കിയിട്ട് പറഞ്ഞടാ, നിന്റെ അപ്പം പോയത് സത്യമാണ്, നീ പോയി തിരിച്ചാ ബിസിനസ് നടത്തണം കേട്ടോ. അമ്മയുടെ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞതേ, അങ്ങനെ എഴുതിയിരിക്കുന്നത് അവനെ അമ്മയ്ക്ക് കൊടുത്തു. അപ്പൊ അമ്മയ്ക്ക് കൊടുത്തെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് മോനെ എന്തോ ചെയ്തതാ? ശത്രു പിടിച്ചുകൊണ്ടുപോയതാ. എല്ലാ മരണങ്ങളും സ്വാഭാവികം അല്ല, എല്ലാ തകർച്ചകളും സ്വാഭാവികമല്ല, എല്ലാ ക്രൈസിസുകളും സ്വാഭാവികമല്ല. ജീവിതത്തിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ ഡിസേൺ ഇറ്റ്. എല്ലാ കഷ്ടതകളും വരുമ്പോൾ എല്ലാ കഷ്ടതയുടെ മുമ്പിൽ എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നൊന്നും പാടിക്കൊണ്ടിരിക്കരുത് കേട്ടോ. എൻ്റെ കഷ്ടത ദൈവം തന്നെയാണോ പിശാചി തന്നതാണോ എന്ന് ഡിസേൺ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, പലർക്കും അത് ഇഷ്ടമല്ല. യോബ് തൻ്റെ സങ്കടത്തിൽ വിളിച്ചു പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തുവെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ യോബിൻ്റെ വീട്ടിൽ നിന്ന് ഈ ദൈവം എടുത്തുകൊണ്ട് പോയ ഒരു സാധനത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാമോ? ശബായര് വന്നു, മരുഭൂമിയിൽ നിന്ന് കാറ്റ് വന്നു, മൃഗങ്ങൾ വന്നു, കള്ളന്മാർ വന്നു, എല്ലാവരും എടുത്തുകൊണ്ട് പോയി. ദൈവം ഒരു മൊട്ടുസൂചിയെങ്കിലും ഈ യോബിൻ്റെ വീട്ടിൽ നിന്ന് പൊക്കിയിട്ടുണ്ടോ? ഇല്ല. കഷ്ടകാലത്തിൽ യോബ് പറഞ്ഞു ദൈവം എല്ലാം എടുത്തുകൊണ്ട് പോയി. ദൈവം ഒരു സാധനം എടുത്തുകൊണ്ട് പോയിട്ടില്ല. ദൈവം ഒരു സാധനം എടുത്തുകൊണ്ട് പോയിട്ടില്ല. പിശാച് കൊണ്ടുപോയതൊക്കെ ദൈവം തിരികെ കൊടുത്തു. കഷ്ടത യോബിന്റെ വീട്ടിലെ മൊട്ടുസൂചി പോലും എടുത്തോണ്ട് പോയത് ആരായിരുന്നെന്നറിയാമോ? ആ പന്ന സാത്താനാണ് എടുത്തോണ്ട് പോയത്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയാം, പിശാച് എടുത്തോണ്ട് പോയതിനെയൊക്കെ ദൈവം എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് ദൈവത്തെ ആരോപിക്കരുത്. നീ കള്ളനെ കണ്ടുപിടിക്ക്. ആമേ, കട്ടോനെ കിട്ടിയില്ലേ, കിട്ടിയോനെ കള്ളനാക്കുന്ന മലയാളിയുടെ പരിപാടി നീ ആത്മീയ ജീവിതത്തിനകത്ത് കാണിക്കരുത്. നിനക്കെതിരെ ഒരു ശത്രുവാ നിന്നെ തൊലച്ചത്, നീ അതിന് ദൈവഹിതമെന്ന് പറയരുത്. നോ, ജീസസ്. നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം തന്ന കഷ്ടതയല്ല, നിന്റെ ജാഗ്രത കുറവിനകത്ത് പിശാചി കയറി അടിച്ചതാ. ആമേൻ. പിന്നെ നമ്മുടെ ദുരഭിമാനം കൊണ്ട് നമുക്ക് എന്തോ സമ്മതിക്കാൻ കഴിയത്തില്ല. പിശാച് ആക്രമിച്ചതാണെന്ന് സമ്മതിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയാം ദൈവം ഇഷ്ടമാണ്, ദൈവം ഇഷ്ടമാണ്, എല്ലാം നന്മയ്ക്ക, എല്ലാം നന്മയ്ക്ക, എല്ലാം നന്മയ്ക്ക, എല്ലാം നന്മയ്ക്ക. അത് ഞാൻ സാവകാശത്തിൽ അടുത്ത ഭാഗത്തിൽ എടുക്കാം, ഇപ്പൊ അതിലേക്ക് കയറുന്നില്ല. ലാസറിന്റെ വീട്ടിലേക്ക് മടങ്ങി വരാം. ലാസറിന്റെ വീട്ടിൽ മരണം വന്നപ്പോൾ, രോഗം വന്നപ്പോൾ യേശു പറഞ്ഞു, ഈ ദീനം എന്തിനു വേണ്ടിയാണ്? മരണത്തിനായിട്ടല്ല, പകരം ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ്.
ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ലാസറിന് ദീനം മൂർച്ഛിച്ചു, ലാസർ മരിച്ചു, ലാസറിനെ കല്ലറയ്ക്കകത്ത് വെച്ചു. 4 ദിവസം കഴിഞ്ഞു. അവൻ അതിനകത്തിരുന്ന് നാറ്റം പിടിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ 4-ാമത്തെ ദിവസം യേശു വന്ന് ഗ്രാമത്തിൻ്റെ വാതിൽക്കൽ നിന്നു. പ്ലോട്ട് ട്വിസ്റ്റ് ആകാൻ തുടങ്ങി, സംഗതികൾ ട്വിസ്റ്റ് ആകാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ലാസർ മരിക്കുമ്പോഴല്ല, ലാസറിന് ദീനം കൂടുമ്പോഴല്ല ദൈവം മഹത്വപ്പെടുന്നത്. പകരം ലാസറിന്റെ കല്ലറ വാതിൽക്കലേക്ക് കടന്നു വന്ന് മരിച്ചവനെ ഉയർപ്പിക്കുമ്പോഴാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്റെ ഹീലിംഗ് ആണ് ദൈവത്തിന്റെ മഹത്വം. നിന്റെ രോഗമല്ല ദൈവത്തിന്റെ മഹത്വം, നിന്റെ ഹീലിംഗ് ആണ് ദൈവത്തിന്റെ മഹത്വം. നിന്റെ രോഗമല്ല ദൈവം മഹിമപ്പെടുന്നത്, നിന്റെ സൗഖ്യത്തിലാണ് ദൈവം മഹിമപ്പെടുന്നത്. ഞാൻ അതിനോട് ചേർത്ത് ഒരു കാര്യം പറയാ. യേശു ഗ്രാമത്തിന്റെ വാതിൽക്കൽ വന്നോ, ആദ്യം ഓടിച്ചെന്നത് ആരാണെന്നറിയാമോ? മാർത്തയാണ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയാം, പ്രശ്നം വരുമ്പോൾ എപ്പോഴും യേശുവിന്റെ അടുക്കൽ ആദ്യം ഓടിച്ചെല്ലുന്നത് ആരായിരിക്കും? മാർത്തയായിരിക്കും. ഞാനത് പറയാം അതിന്റെ കാരണം. പക്ഷെ യേശു ഗ്രാമത്തിന്റെ വാതിൽക്കൽ തന്നെ നിന്നോ. യേശു പറഞ്ഞു, മറിയം വരാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല, അകത്ത് കയറത്തില്ല. മാർത്ത ആരുടെ പ്രതീകമാണെന്നറിയാമോ? മാർത്ത ആങ്സൈറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. മാർത്ത ഭയങ്കര സങ്കടം. മാർത്ത എപ്പോഴും, കർത്താവേ എന്നെ കുഞ്ഞു മരിച്ചു പോയി, കർത്താവേ എനിക്ക് ആരുമില്ല, കർത്താവേ നീ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വരത്തില്ലായിരുന്നു, കർത്താവേ. മറിയം എപ്പോഴും പ്രാർത്ഥനയ്ക്ക് വന്നാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? സങ്കടങ്ങളെ എക്സ്പ്രസ് ചെയ്യുക. കർത്താവ് ഗ്രാമത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് പറഞ്ഞു, ഞാൻ വരുന്നില്ല. ആമേൻ. മറിയം വരാതെ, അണ്ടിൽ വർഷിപ്പ് കംസ് ഹിയർ, ആരാധിക്കുന്നവൻ വരാതെ, സ്തുതിക്കുന്നവൻ വരാതെ, എന്നും നീ പ്രാർത്ഥനയിൽ കരഞ്ഞുകൊണ്ടിരുന്നാൽ, ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നാൽ, ഞാൻ നിന്റെ വില്ലേജിലേക്ക് സ്റ്റെപ്പ് ചെയ്യത്തില്ല. അണ്ടിൽ മേരി കംസ്, അണ്ടിൽ വർഷിപ്പ് കംസ്. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, നിന്റെ പ്രശ്നങ്ങളിലെ കരച്ചിൽ നിർത്ത്, നിന്റെ പ്രശ്നങ്ങളിൽ ആരാധിച്ചു തുടങ്ങ്, നിന്റെ പ്രശ്നങ്ങളിൽ പരാതി പറയുന്നത് നിർത്ത്, കണക്ക് കൂട്ടുന്നത് നിർത്ത്. മേരി വരട്ടെ. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, അടുത്തത് നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? ആമേൻ. മറിയം വരുന്നിടം വരെ ആരാ കരഞ്ഞുകൊണ്ടിരുന്നത്? ലാസറിന്റെ കുടുംബക്കാർ കരഞ്ഞു. ഒറ്റ വാക്കി പറയാം, ലാസറിന്റെ കുടുംബക്കാർ കരഞ്ഞു. ആമേൻ. മറിയം എഴുന്നേറ്റ് പോയപ്പോഴും പറഞ്ഞു ഇവള് കരയാൻ പോകുകയാണെന്ന്. പക്ഷെ മറിയം വന്നു കഴിഞ്ഞപ്പോൾ, ആമേൻ, വർഷിപ്പ് വന്നു കഴിഞ്ഞപ്പോ പിന്നെ കരയുന്നത് മുഴുവൻ ആരാ? യേശു കരയാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പ്രശ്നത്തിൽ നീ കരയുന്നിടത്തോളം നീ കരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നിന്റെ പ്രശ്നത്തിൽ നീ ആരാധിച്ചു തുടങ്ങുമ്പോൾ ബർഡൻ ഷിഫ്റ്റ് ചെയ്യുകയാണ്. നിന്റെ തലയിലിരിക്കുന്ന ബർഡൻ അത് കർത്താവ് ഏറ്റെടുക്കുകയാണ്. ഹേലിയ പ്രമേഷ്യ കൽധോനിയ പ്രമഞ്ചാനിയ റഥേനിയ. ഇന്ന് രാത്രി ബർഡൻ ഷിഫ്റ്റ് സംഭവിക്കട്ടെ. ആമേൻ. നീ ആരാധിക്കുമ്പോൾ, നീ സ്തുതിക്കുമ്പോൾ നിന്റെ പ്രശ്നം ദൈവം ഏറ്റെടുക്കുകയാണ്. നീ ആരാധിക്കുമ്പോൾ, നീ സ്തുതിക്കുമ്പോൾ ദൈവം പ്രശ്നം ഏറ്റെടുക്കുകയാണ്. കൃപ ലഭിച്ച ദൈവമക്കൾ മാത്രം 1-2 മിനിറ്റ് അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. നിന്റെ സൗഖ്യത്തിൽ ദൈവം മഹത്വപ്പെടും. ഇന്ന് രാത്രി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചില ഹീലിംഗുകൾ ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ I release the power of healing. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി ഇത് ദൈവം നിന്റെ ജീവിതത്തിൽ മഹത്വപ്പെടുന്ന രാത്രിയാകട്ടെ. ഏത് രോഗത്തിന്റെ ശക്തി നിനക്കെതിരായി നിന്ന് വെല്ലുവിളിക്കുന്നെങ്കിലോ, ഇന്ന് രാത്രി ആത്മാവിന്റെ അധികാരത്തിൽ ദൈവത്തിന്റെ സൗഖ്യങ്ങൾ നിന്റെ മേൽ റിലീസ് ആകട്ടെ. ദൈവത്തിന്റെ സൗഖ്യങ്ങൾ. And I command healing over your body. നിന്റെ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ സൗഖ്യം, നിന്റെ കുടുംബത്തിന്റെ മേൽ ഇന്ന് രാത്രി ഏത് മേഖലയ്ക്കകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന രോഗത്തിന്റെ ശക്തിയാണെങ്കിൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകാം. And I command to be healed. Receive the power to be healed. ദൈവശക്തി നിന്നെ തൊടട്ടെ. നിന്റെ സൗഖ്യത്തിലാണ് ദൈവം മഹത്വപ്പെടുന്നത്. നിന്റെ രോഗത്തിലല്ല, നിന്റെ ബലഹീനതയിലല്ല. വിശ്വാസത്താൽ അവർ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. Tonight, ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി നിന്നെ സൗഖ്യമാകട്ടെ. I command healing.
യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ ശക്തി നിന്നെ തൊടട്ടെ. സൗഖ്യത്തിന്റെ ശക്തി നിന്നെ തൊടട്ടെ. സൗഖ്യത്തിന്റെ ശക്തി നിന്നെ തൊടട്ടെ. സൗഖ്യത്തിന്റെ അധികാരം നിന്റെ മേൽ വെളിപ്പെടട്ടെ. നിന്റെ മേൽ കൊടികുത്തി നിൽക്കുന്ന രോഗാധികാരം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. മഹിമപ്പെടുന്ന ഒരു വിടുതൽ, മഹത്വപ്പെടുന്ന ഒരു വിടുതൽ. ഓ, മഹിമപ്പെടുന്ന ഒരു വിടുതൽ ഇന്ന് രാത്രി സ്വർഗം അത് നിന്റെ മേൽ. And the fire. ഒരു സ്പിരിറ്റ് ഓഫ് മൗണിംഗ് അല്ല, സങ്കടത്തിന്റെ, കരച്ചിലിന്റെ, നിരാശയുടെ, ആശങ്കയുടെ ആത്മാവല്ല, ആരാധനയുടെ, സ്തുതി എന്ന ഒരു മേലാട, ആനന്ദത്തിന്റെ ഒരു ഉടുപ്പ്. കട്ട പിടിച്ചു നിൽക്കുന്ന ചിലതിനെ പൊട്ടിച്ചു കളയുന്നത് പോലെ ഇന്ന് രാത്രി ശരീരങ്ങളുടെ മേൽ ആധിപത്യം എടുത്തു നിൽക്കുന്ന രോഗബലങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു. Holy Spirit, Holy Spirit, Holy Spirit. യേശു കർത്താവ് കടന്നു പോകുമ്പോൾ 10 കുഷ്ഠരോഗികളെ കണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 17:15 ലൂക്കോസ് 17:15 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആരാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയത്? തന്റെ ശരീരത്തിൽ സൗഖ്യം വ്യാപരിക്കുന്നത് കണ്ടവൻ. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ, നിന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പൊങ്ങോ. ആമേൻ. You shall be the demonstrator of the glory of God. You shall be the manifester of the glory of God by the power of healing. ആമേൻ. എന്റെ സൗഖ്യം ദൈവത്തിന്റെ മഹത്വമാണ്. വായി തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞേ, എൻ്റെ സൗഖ്യം ദൈവത്തിൻ്റെ മഹത്വമാണ്. എൻ്റെ സൗഖ്യം ദൈവത്തിൻ്റെ മഹത്വമാണ്. നിന്റെ രോഗമല്ല ദൈവത്തിൻ്റെ മഹത്വം, നിന്റെ സൗഖ്യമാണ് ദൈവത്തിൻ്റെ മഹത്വം. മാർത്ത പുറമോട്ട് നിൽക്കട്ടെ, മറിയം മുന്നിൽ കയറട്ടെ. അപ്പോൾ നിന്റെ കണ്ണുനീർ ആരുടെ കണ്ണുനീരായി മാറ്റപ്പെടും? യേശുവിൻ്റെ കണ്ണുനീരായി മാറ്റപ്പെടും. പ്രൈസ് നോ റോഹോസകല മഹതര ബഹാരാന. അത് കഴിഞ്ഞപ്പം പിന്നെ മറിയം മാർത്ത യേശുവിൻ്റെ അടുക്കൽ എന്താ പറയുന്നറിയാം? കർത്താവേ, വാ, വീട്ടിൽ വാ, നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് വാ. ഇനിയിപ്പോൾ കല്ലറയിലോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, അത് നാറ്റം വെച്ചാണ്. ആ വിഷയം വിട്ടേര്. ഇപ്പം യേശു വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെ ഇപ്പം വിഷയമില്ല. ഇവർ പറയാം, കർത്താവേ, വാ, നമുക്ക് ചായ കുടിച്ചിട്ട് വാ. കർത്താവ് പറയാ, നിന്റെ വിഷയം പോയി, ഇപ്പം വിഷയം എൻ്റേതാ. ആരാധന എൻ്റെ വിഷയത്തെ ദൈവത്തിൻ്റെ വിഷയമാക്കി മാറ്റും. ജീസസ്, ജീസസ്. അഭിഷേകത്തിന്റെ വീട്ടിലൊരു വാക്യം ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആ വീട്ടിൽ ഏറ്റവും സമയം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലാണെന്ന്. ജോയ് ഇൻ ഹോപ്പ്, പേഷ്യന്റ് ഇൻ സഫറിംഗ്, ഫെയ്ത്ത്ഫുൾ ഇൻ പ്രയർ. ഇന്നിൻ്റെ അവസ്ഥകളിൽ സങ്കടപ്പെടുകയല്ല, ഇന്നലകളെ ഓർത്ത് വ്യാകുലപ്പെടുകയല്ല. നീ പ്രത്യാശിച്ചു തുടങ്ങുക. ആ പ്രതീക്ഷയ്ക്കകത്ത് നിന്ന് സന്തോഷിക്കുക. ജീസസ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പം സൗഖ്യങ്ങളിൽ കൂടെ ദൈവം നമ്മളിൽ മഹിമപ്പെടും. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. എഹെസ്കേലിന്റെ പുസ്തകം 38-ാം അധ്യായം 23-ാം വാക്യം. എഹെസ്കേലിന്റെ പുസ്തകം 38-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിച്ചു തരാമോ? ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണുകെ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവ എന്ന് അവർ അറിയുകയും ചെയ്യും. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കും. ദൈവം പറയുക, എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യും? മഹത്വീകരിക്കും. ഇത് എങ്ങനെയാണ് ദൈവം മഹത്വീകരിക്കുന്നത്? 23-ാം വാക്യത്തിലാണ് നാം ഇത് വായിച്ചത്. ഇനി പതുക്കെ ഒന്ന് പുറമോട്ട് കയറി 16-ാം വാക്യം ഒന്ന് വായിച്ചേ. 16-ാം വാക്യം. ദേശത്തെ മറയ്ക്കേണ്ടതിനുള്ള
ദേശത്തെ മറക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. ഗോഗെ, അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന് നേരെ വരുത്തും. ഗോഗെ, നീ സകല ജാതികളെയും കൂട്ടി എന്റെ ജനമായ ഇസ്രായേലിന്റെ എന്റെ ദേശത്തിന് നേരെ ഞാൻ നിന്നെ വരുത്തും. അവിടെ ഞാൻ എന്ത് ചെയ്യും? എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു മുമ്പോട്ട് പോകാം. ദൈവം നിന്നിൽ മഹത്വപ്പെടുന്നത് എപ്പോഴാകുന്നുവെന്നറിയാമോ? ആമേൻ. ഗോഗ്, ശത്രു നിന്റെ നേരെ കയറി വരുമ്പോൾ, പിശാച് നിനക്കെതിരെ കയറി വരുമ്പോൾ, ഞാൻ ഇങ്ങനെ ഒറ്റ വാക്കിൽ അതിനെ പറയാം. ആമേൻ. ദ ലോർഡ് ഷാൽ ബി ഗ്ലോറിഫൈഡ്, മാഗ്നിഫൈഡ് ഇൻ യുവർ സ്പിരിച്വൽ വാർഫെയർ. ആമേൻ. നമ്മുടെ രോഗങ്ങളിലെ വിടുതലുകൾ ദൈവമഹത്വമായി മാറ്റപ്പെടും. 2, നമ്മുടെ സ്പിരിച്വൽ വാർഫെയർ എന്തായി മാറ്റപ്പെടും? ദൈവമഹത്വമായി മാറ്റപ്പെടും. ഹേയ് ഗോഗേ, നീ ജാതികൾ കാണുകെ എൻ്റെ ദേശത്തിലേക്ക് നീ കയറി വരും, എൻ്റെ ജനമായ ഇസ്രായേലിലേക്ക് നീ കടന്നു വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്നെ നിങ്ങൾ തന്നെ മഹത്വപ്പെടുത്തും. ഇന്ന് രാത്രികാലം പറഞ്ഞാട്ടെ, എനിക്കെതിരെ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ, എനിക്കെതിരെ ഒരു ശത്രു എഴുന്നേൽക്കുമ്പോൾ, എനിക്കെതിരെ ഒരു കൊടി കയറി വരുമ്പോൾ, എനിക്കെതിരെ ഒരു സൈന്യം കയറി വരുമ്പോൾ, അതിനകത്ത് ദൈവം മഹിമപ്പെടും. ഇന്ന് രാത്രി ഞാൻ അതിനെ പേഴ്സണലായി കൊണ്ടുവരികയാണ്. ആമേൻ. നിങ്ങൾ അതിനെ ഗ്രഹിച്ചു കൊള്ളുക. നിന്റെ പ്രൊഫഷനകത്ത്, നിന്റെ കരിയറിനകത്ത്, നിന്റെ ജോബ് സ്പേസിനകത്ത് നിനക്കെതിരെ ഒരു ശത്രു കയറി വരുമ്പോൾ, എന്തുകൊണ്ട് കർത്താവേ ഇവൻ എൻ്റെ നേരെ കയറി വരാൻ അനുവദിച്ചുവെന്ന് നീ ആശങ്കപ്പെടുമ്പോൾ, സ്വർഗം പറയുകയാണ്, ഗോഗേ, നീ ഇസ്രായേലിലേക്ക് വാ. ഗോഗേ, നീ എൻ്റെ ജനത്തിന്റെ അരികിലേക്ക് വാ. നീ സകല ജാതികളും കാണുക. ആരെയൊക്കെ കൂട്ടിക്കൊണ്ട് വേണമെങ്കിലോ, ഏതൊക്കെ സൈഡ് ഹാൻഡുകൾ വെച്ച്, ഏതൊക്കെ പദ്ധതികൾ വെച്ച്, ഏതൊക്കെ ആയുധങ്ങൾ നിനക്കുണ്ടോ, അതിനെ മുഴുവനും കൂട്ടിക്കൊണ്ട് നീ എൻ്റെ ജനത്തിന്റെ നേരെ കയറി വാ. അവിടെ ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തോ. യോവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, എപ്പോഴാണ് സാധാരണമല്ലാത്തതായ ഒരു ഹ്യൂമൻ ഫൈറ്റ്, സാധാരണമല്ലാത്ത ഒരു വാർഫെയർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ അത് നിങ്ങളുടെ ബ്രേക്ക് ത്രൂവിന്റെ ടൈമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, സാധാരണമല്ലാത്ത ഒരു വാർഫെയർ ഓപ്പൺ ആയാൽ അത് നിങ്ങളുടെ ബ്രേക്ക് ത്രൂവിന്റെ ടൈമാണ്. യോവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ യഹൂദയുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും. ആമേൻ. അപ്പൊ എനിക്കൊരു നാളുമുണ്ട്, എനിക്കൊരു കാലവുമുണ്ട്, എനിക്കൊരു ഡേയുമുണ്ട്, എനിക്കൊരു സീസണുമുണ്ട്. അതെന്തിന്റെ സീസണാണ്? ആമേൻ. എന്റെ സ്ഥിതി മാറുവാനുള്ള കാലം. അടുത്ത വാക്യം ഒന്ന് വായിച്ചു തരാമോ? ഞാൻ യഹൂദയുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള ആ ദിവസങ്ങളിലും ആ സീസണിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കും. ഞാൻ അവിടെ നിർക്കട്ടെ, നമുക്ക് സമയം കുറവായിട്ട് ഞാൻ അത്രയും മാത്രം വായിച്ചു മുമ്പോട്ട് പോവുകയാണ്. ആമേൻ. എന്റെയും നിങ്ങളുടെയും സ്ഥിതി മാറുന്നതിന്റെ സീസൺ വരുമ്പോൾ, എന്റെയും നിങ്ങളുടെയും, ആമേൻ, യഹൂദയുടെയും യെരൂശലേമിന്റെയും, യഹൂദ എന്ന് പറയുന്നത് മനുഷ്യനാണ്, ആമേൻ, ആമേൻ, യെരൂശലേം എന്ന് പറയുന്നത് സാഹചര്യമാണ്. നിന്റെ ശാരീരികവും നിന്റെ മാനസികവും നിന്റെ സാഹചര്യവും മാറുന്നതിന് ഡേ വരുമ്പോൾ, ആ സീസൺ വരുമ്പോൾ, ഒറ്റ വാക്കിൽ പറയാം, നിന്റെ ട്രാൻസ്ഫോർമേഷന്റെ, നിന്റെ ഷിഫ്റ്റിന്റെ, നിന്റെ ബ്രേക്ക് ത്രൂവിന്റെ സീസൺ വരുന്നു എന്ന് എങ്ങനെയാ തിരിച്ചറിയാൻ കഴിയുന്നതെന്നറിയാമോ? ഒരു അസാധാരണ വാർഫെയർ ഓപ്പൺ ആകുമ്പോൾ, യഹോശാഫാത്ത് താഴ്വരയിൽ സകല ജാതികളും യുദ്ധത്തിന് വന്നു നിൽക്കുമ്പോൾ, ദൈവം പറയുകയാണ്, എന്റെ കൊച്ചിന്റെ കാലം മാറാൻ തുടങ്ങുകയാണ്, എന്റെ കൊച്ചിന്റെ സ്ഥിതി മാറാൻ തുടങ്ങുകയാണ്. 2026 ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കയറി, ഒത്തിരി സ്തോത്രം പറഞ്ഞിട്ട് കയറി, പക്ഷെ കയറി എന്റെ അന്ന് തുടങ്ങി ഒരു വല്ലാത്ത വാർഫെയർ നിന്റെ മുൻപാകെ ഓപ്പണായി കിടപ്പുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണ്. ഇത് നിന്റെ സീസൺ ഓഫ് ബ്രേക്ക് ത്രൂ, ഇത് നിന്റെ ഇയർ ഓഫ് ബ്രേക്ക് ത്രൂ, ഇത് നിന്റെ സ്ഥിതി മാറുന്ന ദിവസമാണ്. ഈ 2026 ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വാർഫെയർ നിനക്ക് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ദൈവത്തിന് സ്തോത്രം പറ. ആമേൻ.
പലയിടത്തും കിടന്ന സകല ജാതികളെ ദൈവം യഹോശാഫാത്ത് താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. എന്താ കാര്യം എന്നറിയാമോ? എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്ന കാലവും ദിവസവും വന്നിരിക്കുന്നു. The days and the season. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ സമയം വന്നിരിക്കുന്നു? അതാണ് ചില പോരുകൾ കടന്നു വന്നത്. പക്ഷെ കർത്താവ് അവിടെ പറയുകയാണ്, ദൂരത്ത് കിടക്കുന്ന ഗോഗിനെ ഞാൻ ഇസ്രായേലിന്റെ നേരെ വിളിച്ചു വരുത്ത, യുദ്ധം പ്രഖ്യാപിക്കുമവ, വാടകോരുമവ, പുകച്ചു കളയുമെന്ന് പറയാ, ഇല്ലാതാക്കുമെന്ന് പറയാ. പക്ഷേ അവന്റെ യുദ്ധക്കളത്തിൽ ഞാൻ ഇറങ്ങി എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇന്ന് രാത്രികാല ആഗോള വ്യാപകമായി സഭയ്ക്കകത്ത് വ്യക്തിപരമായി ഈ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നിമിഷം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സെക്യുലർലി സ്പിരിച്വലി ഇതിന്റെ വെളിപ്പാടിനെ അകത്തുൾക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ജീസസ്. എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുവാനുള്ള നാള്, എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുവാനുള്ള കാലം, the time and the day of the breakthrough, അത് എൻ്റെ അടുത്ത് വരുമ്പോൾ ആമേൻ, എനിക്കെതിരെ ഒരു സൈന്യം കടന്നു വരുമോ? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, നിന്റെ വിടുതലിന്റെ സമയമാകുമ്പോൾ 10 പാസ്റ്റർമാർ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമെന്നല്ല പറഞ്ഞത്. നീ ഒരിക്കൽ പോലും അറിയാത്ത പിശാചുക്കൾ, ഭൂതങ്ങൾ മുഴുവനോ അവന്റെ ഇടം വിട്ട് നിനക്കെതിരെ കൂകി വിളിക്കാൻ എഴുന്നേറ്റ് വരോ. നീ തിരിച്ചറിയണോ, ഇതെന്റെ വിടുതലിന്റെ, ഇതെന്നിൽ ദൈവം മഹത്വപ്പെടുവാനുള്ള സമയമാണ്. ജീസസ്, 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 ജീസസ്. ദൈവം പറയുകയാണ്, യേശു പറയുകയാണ്, അവന്റെ രോഗത്തിലെ സൗഖ്യത്തിൽ ഞാൻ മഹിമപ്പെടും. പിന്നെയും പറയുകയാണ്, എൻ്റെ ജനത്തിന്റെ യുദ്ധത്തിനകത്ത് നൽകുന്ന ജയത്തിനകത്ത് ഞാൻ മഹിമപ്പെടും. ഇന്ന് രാത്രികാലം നിന്റെ മുമ്പിൽ ഒരു വാർഫെയർ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ, വിക്ടറി ബിലോങ്സ് ടു ഗോഡ് ആൻഡ് വിക്ടറി ബിലോങ്സ് ടു ഹിസ് ചിൽഡ്രൻ. അവൻ്റെ ജനമായിരിക്കുന്ന, അവൻ്റെ മക്കളായിരിക്കുന്ന എനിക്ക്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. പുറപ്പാട് പുസ്തകം 14-17 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ ഞാൻ മിസ്രൈമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും, അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും അവൻ്റെ കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അപ്പൊ ദൈവം അടുത്തതായി മഹത്വപ്പെടാൻ പോവുകയാണ്. എവിടെയാണ് ദൈവം മഹത്വപ്പെടാൻ പോകുന്നതെന്നറിയാമോ? ആമേൻ, ചെങ്കടലിൻ്റെ തീരത്ത്. ഈ ചെങ്കടലിന്റെ തീരത്തേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 3-ാം വാക്യം, 14-ന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? 14-ന്റെ 3-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നുവെന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കാം. ആമേൻ. ആ വാക്യത്തിന്റെ 4-ാം വാക്യത്തിന്റെ അവസാനവും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്താം. ആമേൻ. ദൈവം മഹത്വപ്പെടുത്തുന്ന സീസൺ കണ്ടോ? ആമേൻ. നാട്ടുകാർ മുഴുവൻ ഇപ്പൊ എന്താ പറയുന്നത്? വലിയ പാട്ടും പാടി, ആമേൻ, പെസഹ ആചരിച്ച് വലിയ ഡാൻസും കളിച്ച് പോയതാ. എന്നിട്ട് ഇപ്പൊ എന്താണ്ട് വഴി അറിയാത്ത പൊട്ടൻ, അവൻ നേരെ മിസ്രൈമിൽ കൂടെ വേറെ വഴി ഉണ്ടായിരുന്നു, അതുവഴി എങ്ങാനും പോയിരുന്നെങ്കിൽ പോകായിരുന്നു. പക്ഷെ വഴി അറിയാത്ത പൊട്ടൻ മിഗ്ദോലിനും പീഹഹിരോത്തിനും മതിയെ ചെങ്കടലിന്റെ അരികത്ത് പോയി പാളയം ഇരിങ്ങിയിരിക്കുന്നു. മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അവൻ അവിടെ കിടന്ന് ഉഴലുകയാ, അവൻ അവിടെ കുടുങ്ങിയിരിക്കുകയാ. നാട്ടുകാര് നീ ഉഴലുന്നുവെന്നോ, നിന്റെ തലമുറ കുടുങ്ങിയെന്നും പറയുന്ന ഇടത്ത്, ആമേൻ, അപ്പുറത്തൊരുത്തൻ എന്ത് ചെയ്യുകയാണ്? ഫറവോന്റെ ഹൃദയം കഠിനമാവുകയാണ്. നിനക്കെതിരെ മനുഷ്യരുടെ ഹൃദയം കഠിനപ്പെട്ട് നിന്റെ മുമ്പാകെ വഴിയും വാതിലും അടഞ്ഞ് നിന്റെ ചുറ്റിന് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് രാത്രികാല നിന്റെ വഴി അടഞ്ഞു നിൽക്കുമ്പോഴല്ല ദൈവം മഹത്വപ്പെടുന്നത്. ആ അർദ്ധരാത്രിയിൽ, ആ അർദ്ധരാത്രി ആകുന്നതിന് മുന്നമേ ചെങ്കടലിൽ ദൈവം 25 ലക്ഷം പുരുഷാരത്തിന് 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് ചെങ്കടലിന് അപ്പുറം എത്താനുള്ളതായ വിശാലമായ ഒരു വഴി ദൈവം തുറന്നു കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ഒരു 4 അടി വീതിയായിരുന്നെങ്കിൽ, വരിയായി അവർ പോയിരുന്നെങ്കിൽ 2 ആഴ്ച എടുക്കും ചെങ്കടൽ കിടക്കാൻ. പക്ഷേ സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായപ്പോൾ തുറന്ന ചെങ്കടൽ പ്രഭാതയാമമായപ്പോഴത്തേക്ക് ജനം മുഴുവൻ എവിടെ എത്തി? ജനം മുഴുവൻ അക്കരെ എത്തി. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, ദൈവം മഹത്വപ്പെടും
അഹീമപ്പെടുന്നത് നിനക്ക് വേണ്ടി രാത്രിയിൽ ചില വഴികളെ തുറക്കുമ്പോഴാണ്. ഇന്ന് രാത്രി അടഞ്ഞു നിൽക്കുന്ന, കുടുങ്ങിയെന്ന് പറയുന്ന, ഉഴലുന്നുവെന്ന് പറയുന്ന ഇന്ന വിഷയങ്ങൾക്കകത്ത് ഈ രാത്രി എത്ര പേർ ആത്മാവിൽ പറയുന്നു, ഇതെനിക്ക് വഴി തുറക്കുന്ന വർഷമാണ്, ഇതെനിക്ക് വാതിൽ തുറക്കുന്ന വർഷമാണ്. ദൈവം മഹത്വപ്പെടുകയാണ്, ദൈവം മഹത്വപ്പെടുകയാണ്. ഇന്ന് രാത്രികാല ദൈവം മഹിമപ്പെടുന്നത് നിന്റെ മുൻപാകെ വാതിലുകൾ തുറക്കുമ്പോഴാണ്. ഇന്ന് രാത്രി ആത്മാവിൽ ആമേൻ ടച്ച് ചെയ്യപ്പെടുന്ന ദൈവമക്കൾ മാത്രം. ഈ ദൂതിനകത്ത് കിടക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ഈ ദൂതിനകത്ത് കിടക്കുന്ന ഒരു കൃപയുണ്ട്. അത് കണക്ട് ആകുന്നവർ മാത്രം അന്യഭാഷകളിൽ കരമടിച്ചുകൊണ്ട് നിന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവം നാമം മഹത്വപ്പെടത്തക്കവണ്ണ ചില വാതിലുകൾ തുറക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടത്തക്കവണ്ണ ചില വഴികൾ തുറക്കട്ടെ. ശുശ്രൂഷയിലാകട്ടെ, ഉപജീവനത്തിലാകട്ടെ, കുടുംബത്തിനകത്താകട്ടെ, തലമുറകൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എഡ്യൂക്കേഷനകത്ത്, പ്രൊഫഷനകത്ത്, കരിയറിനകത്ത് ദൈവം മഹത്വപ്പെടുന്ന അളവിൽ I declare open doors. I declare open doors. ചെങ്കടലിൽ വഴി തുറന്ന ദൈവം തന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ചെങ്കടലിൽ വാതിൽ തുറന്ന് ദൈവം തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ച് തന്നെ താൻ മഹത്വപ്പെടുത്തിയതുപോലെ ഇന്ന് രാത്രി ദൈവം മഹത്വപ്പെടുന്ന ചില തുറവികൾ, ദൈവം മഹത്വപ്പെടുന്ന ചില ഓപ്പണിങ്ങുകൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവജന അതിനെ ആത്മാവിൽ കയ്യേൽക്കട്ടെ, അതിനെ ആത്മാവിൽ കയ്യേൽക്കട്ടെ. ഇന്ന് രാത്രി സ്തുതി പറയത്തക്കവണ്ണമുള്ള, മഹത്വപ്പെടത്തക്കവണ്ണമുള്ള, ആരാധിക്കത്തക്കവണ്ണമുള്ള ചില ഓപ്പണിങ്ങുകൾ ആത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. സ്വർഗം അതിനെ ഓപ്പൺ ആക്കുന്നു. അടഞ്ഞ വാതിലുകൾ തുറന്നു വരട്ടെ. സാമ്പത്തിക മേഖലയ്ക്കകത്ത്, ഉപജീവന മേഖലയ്ക്കകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴികൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാതിലുകൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൈവാധികാരത്തിൽ തുറന്നു വിടുന്നു. ദൈവാധികാരത്തിൽ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന ദൈവത്തിന്റെ ശക്തി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി സ്വർഗത്തിന്റെ അധികാരത്തിൽ I declare the open doors. അടഞ്ഞ വാതിലുകൾ മാറട്ടെ, താമ്ര കതകുകൾ തകരട്ടെ, ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിക്കപ്പെടട്ടെ. മരുഭൂമിയിൽ ഒരു വഴിയോ, നിർജ്ജന പ്രദേശത്തൊരു പാതയും തുറന്നു വരട്ടെ. ചെങ്കടലിൽ ഒരു വഴി തുറന്നു വരട്ടെ. Tonight a rapid highway, അസാധാരണമായ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വിശാല വാതിൽ. വർഷങ്ങൾ കൊണ്ട് മറികടക്കുന്നതല്ല, ചില മണിക്കൂറുകൾ കൊണ്ട് ഒരു എക്സ്പ്രസ് ഹൈവേ ഇന്ന് രാത്രി ദൈവാധികാരത്തിൽ ചെങ്കടലിനകത്ത് കുടുങ്ങിയെന്ന് പറഞ്ഞെടുത്ത് ഒരു എക്സ്പ്രസ് ഹൈവേ ദൈവം തുറന്നുവെങ്കിൽ ഇന്ന് രാത്രി Lampramasagam Prabhajanagatanam Prabhashmakachara Saradia Pramania Lasakatarthania Pramonia Lasakatana Mahandaradia Pramania Losara Hodonia Prania Rasagalagadaga Zabaria Premo Nahasia Prabhajania Atremahosia Prabhalasaria in the Ratri, in the Yogatilella, in the Saukatil Deva Mahuta Pedagayana, in the Yudatil Jayatil Deva Mahuta Pedagayana, Shadrakameshakabetana. തീച്ചൂളയിൽ കൂടി നടക്കുമ്പോൾ നാലാമതൊരുവൻ ഇറങ്ങി വന്നുവെങ്കിൽ ഇന്ന് രാത്രി തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ദൈവം മഹിമപ്പെടത്തക്കവണ്ണം ചില വിടുതലുകൾ, ദൈവനാമം ഉയർത്തപ്പെടത്തക്കവണ്ണമുള്ള ചില വിടുതലുകൾ അത് റിസീവ് ചെയ്യുന്ന, അത് സ്പിരിറ്റിൽ സെൻസ് ചെയ്യുന്നവർ മാത്രം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് അന്യഭാഷകളിൽ തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കട്ടെ. സ്പീക്ക് ഇൻ ടങ്സ് യേശുവിന്റെ നാമത്തിൽ ജയ. ഇന്ന് രാത്രി ദൈവമഹത്വത്തിന് വേണ്ടി വാതിലുകളെ തുറന്നുവാ, കതകുകളെ തുറന്നുവാ. സൗഖ്യങ്ങളെ ഞാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. Let the divine portals, the heavenly portals, the prosperity portals, let it be opened before the church. ഇന്ന് രാത്രി ദൈവ തലങ്ങൾ തുറന്നു വരട്ടെ. നീ കുടുങ്ങിയെന്ന് പറഞ്ഞെടുത്ത് ഒരു എക്സ്പ്രസ് ഹൈവേ, നിന്റെ ആത്മീകം തീർന്നെന്ന് പറഞ്ഞെടുത്ത്, നിന്റെ ശുശ്രൂഷ തീർന്നെന്ന് പറഞ്ഞെടുത്ത് സ്വർഗവാതിൽ തുറന്നു വരട്ടെ. യെസ്, ഒരു നിമിഷം
എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, യോഹന്നാന്റെ അടുക്കൽ പറഞ്ഞു, നിന്റെ ശുശ്രൂഷ തീർന്നു, നിന്റെ ജീവിതം തീർന്നു, നീ പത്മോസിൽ അവസാനിക്കോ. പക്ഷേ ദൈവത്തിന്റെ മഹത്വത്തിനായി സ്വർഗത്തിലൊരു വാതിൽ ദൈവം തുറന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ അത് വിളിച്ചു പറയുന്നു. നിന്റെ ശുശ്രൂഷയ, നിന്റെ ആത്മീയവും തീർന്നുവെന്ന് ശത്രു വിധി എഴുതിയ ഇടത്ത് ചില ഹെവൻലി പോർട്ടലുകൾ, ചില സ്പിരിറ്റ് പോർട്ടലുകൾ, ആത്മമണ്ഡലത്തിന്റെ വാതിലുകൾ, ദൈവം കൃപാവരങ്ങളുടെ വാതിലുകൾ, കൃപാവരങ്ങളുടെ ദർശനങ്ങളുടെ വാതിലുകൾ ഇന്ന് രാത്രി